എല്ലാവരെയും മോർണിംഗ് സൂമിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമുക്ക് നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ സുപ്രഭാതത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ പേര് മിനി ജോയ്, കോട്ടയത്താണ് താമസിക്കുന്നത്. ബൈ പ്രൊഫഷൻ ടീച്ചർ ആയിരുന്നു. ഇന്നിപ്പം നമ്മള് ഈ മേഖല അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ ഒരു പ്രൊജക്ട് ഏറ്റെടുത്ത് സീരിയസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഓക്കെ, അപ്പം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും നമ്മൾ ഈ ഒരു മേഖലയിൽ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, നമ്മുടെ ബിസിനസ് ഡെവലപ്മെന്റിനായിക്കോട്ടെ, നമുക്ക് മോർണിംഗിൽ നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് എല്ലാം നമ്മളോട് സംസാരിക്കാറുണ്ട്. പല പല ടോപ്പിക്കുകൾ സംസാരിക്കുക. ഇതെല്ലാം തന്നെ നമ്മുടെ വ്യക്തിത്വ വികസനത്തിനും അതുപോലെ നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ്. അതിന് സീരിയസ് ആയിട്ട് ചെയ്യുന്നവരൊക്കെ തന്നെയാണ് ഇന്ന് രാവിലെ മോർണിംഗിൽ നമ്മുടെ ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു മോർണിംഗ് സെഷനിൽ നമ്മളോട് സംസാരിക്കാനായിട്ട് വേറെ ആരുമല്ല, ഞങ്ങളുടെ കോട്ടയത്തിന്റെ തന്നെ അഭിമാനമായ സുസമ്മ മാഡമാണ്. സുസമ്മ മാഡത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രായത്തെ പോലും മറികടന്നിട്ട് വളരെ ആക്റ്റീവായിട്ട് ലീഡേഴ്സിന് വേണ്ടുന്ന നിർദ്ദേശങ്ങളും അവർക്ക് വേണ്ടുന്ന വളരെ കഴിവുള്ള ഒരു വ്യക്തിത്വമാണ്. എനിക്ക് പേഴ്സണലി നന്നായിട്ട് അറിയാം. നമ്മൾ നന്നായിട്ട് സംസാരിക്കാനായിക്കോട്ടെ, ഏത് ടോപ്പിക്ക് കൊടുത്താലും അല്ലെ ആളുടെ ഒരു ഏജ് ഒന്നും നോക്കാതെ തന്നെ വളരെ ലേറ്റ് നൈറ്റ് ആണെങ്കിലും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാവർക്കും വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നടത്തി കൊടുത്തുകൊണ്ട് നന്നായിട്ട് മുന്നോട്ട് നമ്മളെയൊക്കെ നയിക്കുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു ആള് തന്നെയാണ് ഇന്ന് നമുക്ക് മോർണിംഗ് സെഷൻ കൈകാര്യം ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. ഞാൻ ഏറെ സ്നേഹത്തോടെ വളരെയധികം ഒത്തിരി ഇഷ്ടത്തോടു കൂടി തന്നെ ഞങ്ങളുടെ സുസമ്മ എന്ന് വിളിക്കുന്ന സുസമ്മ മാഡത്തിനെ സ്വാഗതം ചെയ്യാണ്. പ്ലീസ് വെൽക്കം സുസമ്മ. താങ്ക് യു മിനി മാഡം. ഗുഡ് മോർണിംഗ് ഓൾ ലീഡേഴ്സ്. വളരെ നല്ല ഒരു ദിവസം, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം എല്ലാവർക്കും നേരുന്നു. എന്നെ പരിചയപ്പെടുത്തി മിനി മാഡം. എൻ്റെ പേര് സൂസമ്മ എന്നാണ്. ഞാൻ ഒരു 40 വർഷത്തോളമായിട്ട് ട്രഡീഷണൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ഒരു ഗാർമെന്റ് യൂണിറ്റ് നടത്തുന്ന ആളാണ്. അപ്പൊ നമുക്കറിയാമല്ലോ, ട്രഡീഷണൽ ബിസിനസ്സും ഈ MLM-ഉമായിട്ട് ഒത്തിരി അകൽച്ചയുണ്ട് അല്ലെ. നമ്മുടെ ഒരു സ്കില്ല് വെച്ചിട്ടാണ് ട്രഡീഷണൽ ബിസിനസ് നമ്മളെ തേടി ആൾക്കാർ വരുന്ന ഒരു സംരംഭമാണ്. അത് നമ്മൾ തന്നെ ചെയ്യുന്ന, അതായത് നമ്മുടെ ഒരു വ്യക്തി അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ പണിക്കാരെയൊക്കെ വെച്ച് ജോലിക്കാരെയൊക്കെ വെച്ച് വളരെ ഭംഗിയായിട്ട് ഇത്രയും കാലം എനിക്കത് കൊണ്ടുപോകാൻ സാധിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ MLM ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ആദ്യമേ ഒന്നും എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് ഒത്തില്ല. കാരണം എന്നാന്ന് വെച്ചാല് എന്നെ തേടി ആൾക്കാർ വരുന്ന സ്ഥലത്ത് ഞാൻ വേറൊരാളെ പോയി കണ്ട് അവരെ കൺവിൻസ് ചെയ്ത് അവരെ അതൊരു അഭിമാന പ്രശ്നമായിരുന്നു ആദ്യമേയൊക്കെ. എനിക്കതൊരു വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ചെല്ലുന്നിടത്ത് എല്ലാം ചോദിക്കും, ഇപ്പൊ ഇതിന്റെ ആവശ്യമുണ്ടോ, ആന്റി ഒരു ഇത് നടത്തുന്ന ആന്റി എന്തിനാ ഇങ്ങനെയൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത് എന്നുള്ള ചോദ്യങ്ങളായിരുന്നു കൂടുതൽ ആൾക്കാരും എന്നോട് ചോദിച്ചത്. അതെന്നെ വല്ലാതെ മടുപ്പിച്ചായിരുന്നു. അപ്പൊ പക്ഷേ എന്നാലും എൻ്റെ ഈ റിസൾട്ടാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. നമ്മൾ ട്രഡീഷണൽ ബിസിനസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ആക്റ്റീവ് ഇൻകം ആണ്. ആ ആക്റ്റീവ് ഇൻകം ഞാൻ ചെയ്തു അതിലൊരു നേട്ടം ഉണ്ടാക്കി എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അതായത് 100% എന്ന് പറയാൻ മേല, എങ്കിലും ഞാൻ പരാജയപ്പെട്ട ഒരാളല്ല. ഇവിടെ ഏതൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിൽ വിജയിച്ചു പോകണം എന്നുള്ളൊരു വാശിയുള്ളൊരു വ്യക്തിയാണ് ഞാൻ. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വന്നാൽ ഞാനങ്ങ് മടുത്തു പോകുന്ന ഒരാളുമാണ്. വളരെ ഇമോഷണലാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പോലും ഞാനങ്ങ് പെട്ടെന്ന് അതിൽ നിന്ന് പിൻവാങ്ങി നിൽക്കും. പക്ഷെ പുറകോട്ട് അങ്ങ് പോകാറില്ല. പക്ഷേ ഞാനത് കൂടുതൽ അതിനെക്കുറിച്ച് പഠിച്ച് കരുത്താർജിച്ച് വീണ്ടും വളരെ ശക്തമായിട്ട് തന്നെ അതിലേക്ക് വന്ന് എവിടെയും വിജയിച്ചേ മതിയാവൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണ്. തോൽക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പറയല്ലേ. തോൽക്കാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ എനിക്ക് ഈ റിസൾട്ടിലൂടെയാണ് ഞാൻ ശരിക്കും ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു വന്നത്. അത് കഴിഞ്ഞ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു. ഒരു 6 മാസത്തോളം ഞാൻ ഈ ബിസിനസ്സിൽ നിന്നൊക്കെ മാറി നിന്ന് ഇതിന്റെ ഒരു എങ്ങനെയാണ് ഇതിന്റെ ഒരു വിജയം
എന്താണ് ഇത് എന്ന് ഞാൻ ശരിക്കൊന്ന് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷമാണ് വീണ്ടും ഞാൻ വന്നൊരു ടീമൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ വീണ്ടും ശക്തമായിട്ട് തന്നെ ഇതിലേക്ക് വരാമെന്ന് കണ്ടത്. അതായത് നമ്മൾ ട്രഡീഷണൽ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്കൊരു ആക്റ്റീവ് ഇൻകം ആണ് കിട്ടുന്നത് അല്ലേ. അതെനിക്ക് മനസ്സിലായത് കോവിഡിന്റെ സമയത്താണ്. കോവിഡിന്റെ സമയത്ത് നമ്മളെല്ലാം എല്ലാ ഇൻകങ്ങളും നമുക്ക് നിന്ന ഒരു സമയമായിരുന്നു അല്ലേ. അപ്പൊ നമുക്കൊരു ആക്റ്റീവ് ഇൻകം ഉണ്ടായിരുന്ന ഒരാൾക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ആ സാഹചര്യത്തെയും തരണം ചെയ്തു നന്നായിട്ട്. അന്നേരം ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചു. വളരെ നന്നായിട്ട് കേക്ക് ഉണ്ടാക്കി അവിടെയും വിജയിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. പിന്നെ അതിനുശേഷമാണ് ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുന്നത്. അപ്പം എനിക്ക് ഈ ആക്റ്റീവ് ഇൻകം എന്നുള്ളതും പാസീവ് ഇൻകം എന്നുള്ളതിനും വളരെ ആകർഷിച്ചു. അപ്പൊ എനിക്കൊരു പാസീവ് ഇൻകം ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത്. അപ്പൊ ഒരു പാസീവ് ഇൻകം ഉണ്ടാകണമെങ്കിൽ എങ്ങനെയാണ്, നല്ലൊരു ടീം ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ആ ടീം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരു ലീഡർഷിപ്പ് വേണം. ആ ലീഡർഷിപ്പിനെ കുറിച്ച് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും എവിടെയെങ്കിലും ഒരു നല്ല പ്രോഗ്രാം കിട്ടിയാൽ അത് അറ്റൻഡ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ അറ്റൻഡ് ചെയ്ത് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നും ആയിട്ടില്ല എങ്കിലും വിജയത്തിലേക്ക് നടന്നെടുക്കുന്നു. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചെറിയ ഇമോഷണൽ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേ ഞാനങ്ങ് തളർന്നു പോകുന്നൊരു വ്യക്തിയാണ്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ശക്തമായിട്ട് തന്നെ തിരിച്ചു വരാറുണ്ട്. അതാണ് എന്നെ കുറിച്ച് പറഞ്ഞ, എന്റെ വ്യക്തിത്വത്തെ കുറിച്ച് പറഞ്ഞാലുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്ക് എല്ലാവർക്കും നല്ല മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഒരു വ്യക്തികളായിട്ട് മാറാനായിട്ട് എല്ലാവർക്കും താല്പര്യം അല്ലേ. നമ്മളിപ്പോ ഒരു മീറ്റിങ്ങിന് വന്നെന്ന് വിചാരിക്കുക. ആ മീറ്റിങ്ങിന് വന്നിട്ട് ഇച്ചിരി ലേറ്റ് ആയ ഉടനെ എല്ലാവരും ആ മീറ്റിംഗ് തുടങ്ങാൻ ഇച്ചിരി ഒരു താമസിക്കുന്നെന്ന് വന്നു കഴിയുമ്പോൾ എല്ലാവരും വളരെ അപ്സെറ്റ് ആവും അല്ലെ. എല്ലാവരും ഇങ്ങനെ വല്ലാത്തൊരു ബോറിംഗ് ആയിട്ട് വളരെ ബുദ്ധിമുട്ടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നല്ലൊരു വ്യക്തി അവിടേക്ക് കടന്നു വരിക എന്ന് നിങ്ങൾ വിചാരിച്ചു, മൊത്തത്തില് എല്ലാവർക്കും ഒരു എനർജി അങ്ങോട്ട് കിട്ടും അല്ലെ. അതെങ്ങനെയാ കിട്ടുന്നത്? ആ വന്ന വ്യക്തിക്ക് ഒരു വളരെ പോസിറ്റീവ് എനർജി ഉള്ള ആളാ, അവർ വിജയിച്ച ആളാ. അങ്ങനെ ഒരു വ്യക്തി അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എന്നാ വരും, ഓടി ചെല്ലും. അദ്ദേഹത്തെ അല്ലെങ്കിൽ സ്ത്രീ ആണെങ്കിൽ ആ മാഡത്തിനെ സ്വീകരിക്കും, സാറാണെങ്കിൽ സാറിനെ സ്വീകരിക്കും, കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ഒരുങ്ങും അല്ലെ. എല്ലാവർക്കും സെൽഫി വേണം, എല്ലാവരും ഭയങ്കര ചാർജ് ആവും. എങ്ങനെയാണത്? ആ വ്യക്തിയിൽ നിറഞ്ഞു നിന്നൊരു പ്രഭാവമാണ് അതല്ലേ. ആ വ്യക്തി ആണ് അത്. അങ്ങനെ ഒരു വ്യക്തി ആകണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കാറില്ലേ. നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഓർക്ക് എന്ത് രസമല്ല, എല്ലാവരും ആദരിക്കുന്ന, എല്ലാവരും സ്വീകരിക്കുന്ന ഒരു വ്യക്തി. അങ്ങനെ ഒരു വ്യക്തി ആകണമെന്ന് നമ്മളും ഒക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കാത്ത ആരും തന്നെ കാണത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു വ്യക്തി ആവാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ചെയ്യണമെന്നുള്ളതല്ല, ശ്രദ്ധിക്കണമെന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, മറ്റുള്ളവരെ ആകർഷിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മുടെ വ്യക്തിത്വത്തിൽ, നമ്മുടെ പേഴ്സണാലിറ്റിയിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുത്തേണ്ടത്, ഇതെല്ലാം നമ്മൾക്കറിയാം. പക്ഷെ നമ്മൾ അതിന് അത്ര ഒരു വില കൊടുക്കാറില്ല. നമ്മളിത് കേൾക്കും പോകും. പക്ഷെ നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയിലേക്ക് അത് വരണമെങ്കിൽ ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞ ചിന്തകളെ കുറിച്ച് പറഞ്ഞായിരുന്നു അല്ലെ. ചിന്തകളാണ് നമ്മളെ വ്യക്തിത്വത്തിലേക്ക് വരെ വളരുന്നത്. അതായത് നല്ല കാര്യങ്ങൾ നമുക്ക് കിട്ടിയാൽ നമ്മളത് വീണ്ടും വീണ്ടും നമ്മൾ ചിന്തിക്കണം. ചിന്ത വീണ്ടും വീണ്ടും വന്നു കഴിയുമ്പോൾ എന്നാ വരും, നമുക്കത് നമ്മുടെ പ്രവൃത്തികളില്, നമ്മുടെ വാക്കുകളിലെല്ലാം വരും. അത് വീണ്ടും നമ്മളത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹാബിറ്റ് ആയിട്ട് വരും, നമ്മളുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമായിട്ടത് മാറും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കിട്ടുന്ന നല്ല കാര്യങ്ങളെ വീണ്ടും 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 നമ്മൾ ചിന്തിക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ദോഷമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയുക. അത് നമ്മൾ ചിന്തിക്കുകയേ ചെയ്യരുത്. അത് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? അതൊരു നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമായിട്ട് വരും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കരുത്. നമ്മളെപ്പോഴും നല്ല കാര്യങ്ങൾ കേൾക്കുക, അത് സ്വീകരിക്കണം. അത് നമ്മുടെ പേഴ്സണാലിറ്റി വരണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കുക, അതിനെക്കുറിച്ചുള്ള അറിവുകൾ നമ്മൾ സമ്പാദിക്കുക. ഇങ്ങനെയാണ് നമ്മൾ, അതായത് നമ്മൾ വെറുതെ ചിന്തിച്ചാൽ പോരാ, ബോധപൂർവം നമ്മളിൽ അത് വരണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് ബോധപൂർവം നമ്മളത് ചിന്തിച്ചു കഴിയുമ്പോൾ നമ്മളിൽ ആ ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ കുറെ കാര്യങ്ങളുണ്ട് അല്ലെ, നമ്മുടെ പേഴ്സണാലിറ്റിക്ക് വ്യത്യാസങ്ങൾ വരുത്തുന്ന കുറെ അധികം കാര്യങ്ങളുണ്ട്. പറഞ്ഞാലും തീരത്തില്ലാത്തത്രയും കാര്യങ്ങളുണ്ട്. എന്നാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഒന്ന് പറയാം. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലസന്റ് ആയിട്ടിരിക്കണം എന്നുള്ളതാണ്. പ്ലസന്റ് ആയിട്ടിരിക്കുക എന്ന് തന്നെ പറഞ്ഞാൽ അറിയാം അല്ലെ. നമ്മൾ ഒരാളെ ഇങ്ങനെ കണ്ടാൽ നല്ലൊരു ചിരി അങ്ങോട്ട് കണ്ടു കഴിയുമ്പോൾ
കാണുന്നവർക്ക് ഒരു സന്തോഷം. നമ്മളറിയാതെ ഇപ്പൊ നന്നായിട്ട് ചിരിക്കുന്ന ഒരാളെ നമ്മൾ കണ്ടാൽ തന്നെ വരും, നമ്മളും അറിയാതെ ഒന്ന് ചിരിച്ചു പോകും അല്ലെ. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ഹസ്ബൻഡും കൂടെ അങ്ങോട്ട് പോയ വഴിക്ക് ഒരു ആള് നന്നായിട്ട് ചിരിച്ചിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പൊ എന്നോട് ചോദിച്ചു, നിനക്കറിയാവോ? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. ആ, നീ ചിരിക്കുന്ന കണ്ടിട്ടാ പുള്ളിയും ചിരിച്ചെന്ന് പറഞ്ഞു. അത് ശരിയാ. നമ്മളിപ്പോ ഒരാളെ കണ്ടിട്ടൊന്ന് ചിരിക്കുവാണെങ്കിൽ അവർക്ക് തിരിച്ച് ചിരിക്കാതിരിക്കാൻ ഒക്കുവോ? അവരങ്ങ് ചിരിക്കും. ആരാ എന്താന്നൊന്നും അറിയത്തില്ല. നമ്മൾ പൊതുവായിട്ട് തന്നെ ഒന്ന് നോക്കിയാൽ പബ്ലിക് പ്ലേസിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളൊരു ചിരിച്ച മുഖമായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ കാണുന്ന മുഖങ്ങളെല്ലാം അതിന്റെ ഒരു റിഫ്ലക്റ്റ് ആയിരിക്കും അല്ലെ. നമ്മൾ മിറർ ഇമേജ് പോലെയാ. നമ്മൾ ചിരിച്ചോണ്ട് പോവുകയാണെങ്കിൽ നമ്മളെ കാണുന്നവരെല്ലാം നമ്മളെ കണ്ട് ചിരിക്കും. നമ്മളിങ്ങനെ കുത്തി വീർത്ത് മുഖമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പോവുകയാണെങ്കിൽ എല്ലാവരും അതേപോലെ നമ്മളെ നോക്കുന്നതായിട്ട് കാണിക്കും. അതൊരു മിറർ ഇമേജ്. അപ്പൊ നമ്മൾ ചിരി കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചിരിക്കാൻ തുടങ്ങണം. നമ്മൾ നല്ല പ്ലസന്റ് ആയിട്ടിരിക്കുവാണെങ്കിൽ നമുക്കതായിട്ട് ചിലപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ വരും അല്ലെ. ഒരു മീറ്റിങ്ങിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങൾ, ബിസിനസിന്റെ പ്രശ്നങ്ങൾ ഒക്കെ കാണും. പക്ഷെ അവിടെ ചെന്ന് നമ്മൾ പ്ലസന്റ് ആയിട്ട് പെരുമാറാനായിട്ട് സാധിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്ക് ഇല്ലാത്ത പ്രശ്നം. നമ്മൾ ചിലപ്പോൾ അത് കേട്ട ഒരു 2-3 ദിവസം ഇരുന്ന് കരയാൻ മാത്രമുള്ള പ്രശ്നങ്ങൾ പുള്ളിക്കുണ്ട്. പക്ഷെ പുള്ളിയെ കണ്ടാലുണ്ടല്ലോ നമുക്കറിയത്തില്ല, എപ്പോഴും ചിരിച്ച് എല്ലാവരോടും പോയി. ചിലരുണ്ട് എന്നോട് ഇങ്ങോട്ട് വന്ന് വർത്താനം പറഞ്ഞാലേ വർത്താനം പറയത്തുള്ളെന്നുള്ളൂ. ഞാൻ എപ്പോഴും ആ വ്യക്തിയെ കാണുമ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാറുണ്ട്. എന്ന് വെച്ചാല് അവര് എല്ലാവരോടും പോയി വർത്താനം പറയുക, എല്ലാവരെയും ചിരിച്ചു വർത്താനം പറയുക. പക്ഷെ എന്നിട്ട് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, എങ്ങനെ അത് സാധിക്കുന്നു എന്ന്. സത്യത്തിൽ ചിരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്കൊരു അസൂയ. എനിക്ക് അത്രയും ചിരിക്കാനുണ്ടോ ില്ല, എനിക്ക് അത്ര അറിയത്തില്ല ചിരിക്കാനുണ്ട്. എന്നാലും ഞാൻ ചിരിക്കാൻ ശ്രമിക്കാറുണ്ട്. എങ്കിൽ പോലും അത്രയും അങ്ങോട്ട് പ്ലസന്റ് ആയിട്ട് പോകാനായിട്ടുള്ള ഒരു ഭാഗ്യമാണ് ദൈവം തന്നിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണത്. ചില ആൾക്കാർ നന്നായിട്ട് ചിരിച്ചു വർത്താനം പറയും. അപ്പൊ ആ ചിരി എന്ന് പറയുന്നത് തന്നെ വലിയൊരു നമ്മുടെ പേഴ്സണാലിറ്റിയുടെ വലിയൊരു ഭാഗമാണ്. നമ്മൾ ചിരിച്ചു കഴിയുമ്പോൾ, നമ്മൾ പ്ലസന്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർക്കും അത് പകർന്നു കൊടുക്കാനായിട്ട്, ആ സന്തോഷം പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത് നമ്മൾ ഇങ്ങനെ നമ്മുടെ പ്രവർത്തികൾ നമ്മളെ ഒരു പൂവായിട്ട് കരുതി നോക്കിയേ. ഒരു പൂവിന് എവിടെയാ ഭംഗി വരുന്നത്? നല്ല മണം ഉണ്ടാവണം, നല്ല കളർ ഉണ്ടാവണം അല്ലെ, നല്ല ഭംഗി ഉണ്ടാവണം. ഇതൊക്കെ വരുമ്പോഴാണ് പൂവിന് ഭംഗി വരുന്നത് അല്ലെ. നല്ല ചെടിയിൽ നല്ല പൂക്കൾ, നല്ല മണമുള്ള പൂക്കൾ വിരിയുമ്പോൾ തന്നെ ദൂരേന്നേ അറിയും അല്ലെ. ആ ചെടി അവിടെ പൂ വിരിഞ്ഞിട്ടുണ്ടെന്ന് അറിയത്തില്ലേ. അതേസമയം അതൊന്ന് പറിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ട് വെച്ചാലോ, മുറിക്കകത്ത് കൊണ്ട് വെച്ച ആ മുറിയിലെല്ലാം നല്ല മണവും ഒരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ അവിടെ വരും അല്ലെ. അതേസമയം ചില പൂക്കളുണ്ട് ദുർഗന്ധം വമിക്കുന്ന പൂക്കൾ അല്ലെ. ആ ദുർഗന്ധം വമിക്കുന്ന പൂക്കൾ എവിടെ നിന്നാലും, അതിപ്പോ നമ്മുടെ കയ്യാലൊന്ന് മുട്ടിയാൽ പോലും നമ്മൾ പോകുന്ന വഴിക്ക് പോലും ആ ദുർഗന്ധം വരും. അപ്പൊ നമ്മൾ എന്തായിട്ട് മാറണം? നമ്മൾ സുഗന്ധം പകരുന്ന പൂക്കളായിട്ട് മാറണം. നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം, ചില ആൾക്കാർ ഒരു സ്ഥലത്തേക്ക് ചെന്നിട്ട് പോയി കഴിഞ്ഞാൽ പോലും നമുക്ക് അല്ലെ, നമുക്ക് അത് അനുഭവത്തിലുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ചില ആൾക്കാർ ഒരു ഗ്രൂപ്പിലേക്ക് വന്നിട്ട് പോയാൽ പോലും നമ്മൾ അതിന്റെ ഒരു ഹാങ് ഓവർ നിൽക്കും അല്ലെ. നല്ല ഒരു വ്യക്തി വരും, അവർ വീണ്ടും വരാൻ നമ്മൾ ആഗ്രഹിക്കും. എന്നാൽ ചില ആൾക്കാർ ഒരു ഗ്രൂപ്പിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ എല്ലാം പ്രശ്നങ്ങളായി, അവരങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു, ഒരു അല്ലെ ഈർച്ച വരും. അങ്ങനെയുള്ളവരെ നമ്മൾ വരുമ്പോൾ തന്നെ നമ്മൾ തന്നെ ചെയ്യും, അവരുടെ അടുക്കൽ നിന്നും മാറി നിൽക്കാനായിട്ട് ആഗ്രഹിക്കും. അപ്പൊ നമ്മുടെ പ്ലസന്റ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും സന്തോഷം മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായിട്ട് മാറണം, മറ്റുള്ളവർക്ക് ദുഃഖം പകരുന്നവരായിട്ട് മാറരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാല് നമ്മളുടെ ബോഡി ലാംഗ്വേജ്. നമ്മളിങ്ങനെ തളർന്നിരിക്കുന്നവരായിട്ടാവാതെ നല്ല എനർജറ്റിക് ആയിട്ട് സംസാരിക്കുക. ചില ആൾക്കാർക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവത്തില്ല. അവരെപ്പോഴും ഇങ്ങനെ സ്മാർട്ടായിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് അത് മറ്റുള്ളവരിലേക്കും അത് പകർന്നു കൊടുക്കാൻ നോക്കും. അതേസമയം ചിലർക്ക് ഒരു ചെറിയ പ്രശ്നം വന്ന, അയ്യോ അങ്ങനെയാണോ, എനിക്ക് അങ്ങനെ ആയിപ്പോയി, അവരവരുടെ എപ്പോഴും പ്രശ്നങ്ങളേലാണ് ശ്രദ്ധിക്കുന്നത്. ചെറിയൊരു പ്രശ്നമായിരിക്കും, അവരെക്കാളും വലിയ പ്രശ്നമുള്ളവരായിരിക്കും ചുറ്റുപാടും നിൽക്കുന്നവരല്ലേ. അത് പറയുമ്പോഴത്തേക്ക് ഒരു അച്ഛൻ പറഞ്ഞ ഒരു കഥ ഞാൻ ഓർക്കുകയാണ്. ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചി പള്ളി ചെന്ന് എല്ലാ ദിവസവും ഇങ്ങനെ കംപ്ലൈന്റാ, എനിക്ക് അപ്പടി പ്രശ്നങ്ങളാണ്, എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളാണ്. അപ്പൊ അമ്മച്ചിയോട് ഈ അച്ഛൻ പറയും, നിങ്ങളെക്കാളും പ്രശ്നമുള്ളവരാ ഇവിടെ. അമ്മച്ചി സമ്മതിക്കത്തില്ല, എനിക്കാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ദിവസം അച്ഛൻ ഇടവകയെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഒരു കുരിശ് ആയിട്ട്, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ ഇവിടെ കൊണ്ടിടാൻ പറഞ്ഞിട്ട് വലിയൊരു ബോക്സ് വെച്ച്. അപ്പൊ ഓരോരുത്തരുടെയും പ്രശ്നങ്ങളുടെ വലുപ്പം അനുസരിച്ച് അവർക്ക് കുരിശുകൾ വന്നു. അപ്പൊ ഓരോരുത്തരും കൊണ്ടുപോയി കുരിശ്
കൊണ്ട് പള്ളിയിൽ പറഞ്ഞ ആ ബോക്സിനകത്ത് കൊണ്ടുപോയിട്ടു. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, ഇനിയിപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുരിശെടുത്തോണ്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ പറഞ്ഞ അമ്മച്ചി കൊണ്ടുപോയിട്ട കുരിശ് കഴിഞ്ഞിട്ട് അമ്മച്ചി പോയി നോക്കും, അതിനേക്കാളും ചെറിയ കുരിശ്. അമ്മച്ചി തപ്പിയിട്ട് മുഴുവൻ വലിയ കുരിശാ. അവസാനം അമ്മച്ചിയുടെ കുരിശ് തന്നെ എടുത്തോണ്ട് പോകുന്നു. അതാണ് നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നം. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളാണ് ഏറ്റവും വലുതെന്നാണ് ചിന്തിക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങളല്ല വലുത്, നമ്മൾ ആ പ്രശ്നങ്ങളെ വലുതായിട്ട് കാണുന്നതുകൊണ്ടാണ്. നമ്മളെപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾക്ക് മീതെ ഉയരാനായിട്ടാണ് നോക്കേണ്ടത്. എന്റെ പ്രശ്നങ്ങൾ ചെറുതാക്കി തരണേന്നല്ല നമ്മൾ പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത്. നമ്മുടെ പ്രശ്നങ്ങളാണ് ചെറുത്, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ആയിക്കോട്ടെ, അതിന് മേളിൽ ഉയരാനായിട്ട് നമ്മളെ കൊണ്ട് സാധിച്ചാൽ മാത്രമേ നമ്മൾ വിജയത്തിന്റെ പാതയിലേക്ക് പോകത്തുള്ളൂ. താഴോട്ട് നമ്മുടെ പ്രശ്നങ്ങൾ ചെറുതാണെങ്കിൽ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? താഴോട്ട്. പ്രശ്നങ്ങൾ വലുതാകുന്നെങ്കിൽ അതിന് മീതെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാ? നമ്മൾ തന്നെ ഉയരുവാണ് ചെയ്യുന്നത്. നമുക്കറിയാം പരുന്ത് എങ്ങനെയാണ്? താഴെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, പക്ഷെ പരുന്ത് ഇത് വല്ലതും അറിയുന്നുണ്ടോ? പരുന്ത് മേളിക്കൂടെയാണ് പറക്കുന്നത്, അല്ലെ? പരുന്ത് ഈ പ്രശ്നങ്ങൾക്കൊക്കെ, അതുപോലെ നമ്മൾ ഒരു പരുന്തിനെ പോലെ ഉയരങ്ങളിലേക്ക് പറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളൊന്നും അല്ലാതായി മാറും. ബോഡി ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാര് ഇങ്ങനൊരു എന്നാ പറയുന്നത്, കാല് മാറ്റി വെക്കുക, കൈ മാറ്റി, അല്ലെ, പല പല ഗോഷ്ഠികൾ കാണിക്കാറുണ്ട്. അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് കോൺഫിഡൻസ് തോന്നിക്കുന്ന പോലെ ആയിരിക്കണം നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ പോസ്റ്റേഴ്സ് എന്ന് പറയും, അല്ലെ? നമ്മളുടെ പലതരത്തിലുള്ള ഇരിപ്പും നിപ്പും നടപ്പും എല്ലാം ഓരോ പോസ്റ്റേഴ്സാ. അതൊക്കെ ഒരു തളർന്നതുപോലെ ആവരുത്. എപ്പോഴും നല്ല ആഠ്യത്വമുള്ള, നല്ല കോൺഫിഡൻസ് ഉള്ള ആൾക്കാരെ പോലെ ആകാൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മളെ കാണുന്നവർക്ക് തന്നെ നമ്മളോടൊരു മതിപ്പ്, നമ്മളിങ്ങനെ തളർന്നു കൂടിയിരുന്നാൽ നമ്മളോടൊരു മതിപ്പ് തോന്നത്തില്ല. അപ്പൊ നമുക്ക് നല്ല ആഠ്യത്വമുള്ള, നല്ല കോൺഫിഡൻസ് ഉള്ള ആൾക്കാരെ പോലെ തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന പോസ്റ്റേഴ്സ് ആക്കിക്കൊണ്ട് നമ്മുടെ ബോഡി ലാംഗ്വേജ് നമുക്ക് ശരിയാക്കാം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കേഴ്സ് ആയിരിക്കണം നമ്മള് നമ്മളിപ്പോ ഒരു മീറ്റിംഗിൽ ഇരിക്കുക. അപ്പൊ മനോജ് സാർ നമ്മളോട് ചോദിച്ചു, ഇത് ആര് ചെയ്യും? എല്ലാരും കീഴോട്ടും കുനിഞ്ഞിരിക്കും. യേസ് പറയാനായിട്ട് ആരുമില്ല. നീ ചെയ്യും, ഞാൻ ചെയ്യും എന്ന് പറയാനായിട്ടല്ലേ ആൾക്കാർ. ഇത് ഞാൻ ചെയ്യാം എന്ന് പറയുന്ന ഒരു വ്യക്തി അതിൻ്റെ അകത്തുണ്ടെങ്കിൽ അവരോട് മറ്റുള്ളവർക്ക് ഒരു മതിപ്പാ തോന്നുന്നു, അല്ലേ? അങ്ങനെ ഒരു മതിപ്പുണ്ടാക്കി നമ്മൾ ഡിസിഷൻ മേക്കേഴ്സ് ആയിരിക്കണം. നമുക്കൊരു കാര്യം ചെയ്യാനായിട്ടുള്ള ഒരു സന്നദ്ധത ഉണ്ടാവണം. അത് പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഉടനെ ചുമ്മാ ഉള്ള കാര്യങ്ങളെല്ലാം കയറി അങ്ങോട്ട് ഏക്കരുത്. ഈ കാര്യങ്ങൾ ഏക്കുക എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്വം അല്ലേ? അത് കൃത്യമായിട്ട് ചെയ്യാവുന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അത് കൊളായി പോകും, അല്ലെ? നമ്മൾ ഏറ്റിട്ട് കറക്റ്റായിട്ട് ചെയ്യാൻ മേലാത്ത കാര്യങ്ങളൊന്നും കയറി ഏക്കരുത്. നമ്മൾ ആദ്യമേ എന്താണ്, ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഉത്തരവാദിത്തങ്ങൾ എടുക്കാൻ പഠിക്കണം. ഒന്നിലും ഇല്ലാതെ നമ്മളെല്ലാത്തിൻ്റെ അതും പോകും, പക്ഷെ ഒരു കാര്യവും നമ്മൾ ചെയ്യാതെ, നമ്മൾ ഉത്തരവാദിത്തങ്ങളൊന്നും ഏക്കാതെ ഇങ്ങനെ എന്നാ പറയുന്നേ, ഒന്നിനും ഉത്തരവാദിത്തങ്ങൾ ഇല്ലാത്ത വ്യക്തികളായിട്ട് മാറാതെ, വീട്ടിലാണേലും ഒരു സൊസൈറ്റി ചെന്നാലും എല്ലാം നമുക്ക് ചെയ്യാവുന്ന കടമകൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഉത്തരവാദിത്തങ്ങൾ ഏൽക്കുന്നവരായിട്ട് മാറുക. അത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ആദ്യമേ ഉത്തരവാദിത്തങ്ങൾ ഏൽക്കുക. ഇപ്പൊ 4 പേര് കൂടി ചെയ്യാവുന്ന ഒരു കാര്യത്തിൽ, ചെറിയൊരു കാര്യത്തിൽ ഉത്തരവാദിത്തം ഏറ്റു, അത് കറക്റ്റായിട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് ഓരോ കാര്യങ്ങൾ ഏൽക്കുക, ചെയ്യുക. അങ്ങനെ നമ്മൾ വലിയ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ട് നമുക്ക് മാറാൻ സാധിക്കും. റെസ്പോൺസിബിലിറ്റി ഏൽക്കുന്നവരായിട്ട് നമ്മൾ മാറുക. വെറുതെ ഒരു പ്രയോജനവും ഇല്ലാതെ കുറെ സൊറ പറഞ്ഞ് ഓരോ കാര്യങ്ങളിലും ചെന്ന് മറ്റുള്ളവരുടെ കുശുമ്പും കുന്നായ്മയും പറഞ്ഞ് അവരെ അടിയുണ്ടാക്കുന്ന അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് പോകാതെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക, പ്രവർത്തിക്കുക. കഴിവതും റെസ്പോൺസിബിലിറ്റികൾ ഏറ്റെടുത്ത് അത് കൃത്യമായിട്ട് ചെയ്യുന്നവരായിട്ട് മാറുക. ചുമ്മാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് കാര്യമില്ല. നമുക്ക് ആകാവുന്ന കാര്യങ്ങൾ ചെറുത് ചെയ്ത് പിന്നെ നമ്മൾ വലിയ ലെവലിലേക്ക് വരും. അങ്ങനെ നമ്മൾ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ട് മാറുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ്. ഈഗോ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, അതിനെ ഗോ എന്ന് പറഞ്ഞു വിടണം. അത് നമുക്ക് ഏറ്റവും തലക്കനം, അല്ലെ? നമ്മൾ ഒരു പൊസിഷനിൽ എത്തി എന്നുള്ള ഒരു നമ്മൾ ആരോ ആവും, അല്ലെ? മറ്റുള്ളവരെ ഗമനിക്കാത്ത, മറ്റുള്ളവരൊക്കെ ചെറിയതാ എന്നുള്ളൊരു തോന്നല്, അങ്ങനെയുള്ള ഒരു
ഇതാണ് വരുന്ന ആ ഒരു മനോഭാവമാണ് വലിയൊരു പ്രശ്നമാണ്. നമ്മളൊരു ഒരാളിൽ നിന്ന് ഒരു ബഹുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ബഹുമാനം കൊടുക്കുക, നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക. അവർക്കൊരു വിലയില്ല, അവര് തീരെ നിസ്സാരമാണ് എന്നുള്ള ഒരു ചിന്താഗതിയെ പാടില്ല. അവരൊക്കെ എല്ലാവർക്കും അവനവൻ്റെതായ ഒരു കഴിവുണ്ട് അല്ലെ. ആ കഴിവിനെ നമ്മൾ മാനിച്ചു കഴിയുമ്പോൾ അവരുടെ കഴിവ് വലുതായിട്ട് വരും. നമ്മൾ അതിനെ നിന്ദിച്ചു കഴിയുമ്പോൾ അവര് സീറോ ആയിട്ട് പോകും. അപ്പൊ നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് മാന്യത കൊടുക്കുന്നവർ, മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവർ, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായിട്ട് മാറുക. ഈഗോയും അഹങ്കാരവും ഒക്കെ നമ്മൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം. അതുപോലെ തന്നെ ഒരു നല്ല പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു നല്ല കേൾവിക്കാരാകണം എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹം എന്നാ, നമുക്ക് എല്ലാവർക്കും സംസാരിക്കാനായിട്ടാ ഇഷ്ടം അല്ലേ. നമ്മളൊരു ഗ്രൂപ്പിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ വേറൊരാൾക്ക് ഒരു സമയം തന്നെ ഒരു ഗ്യാപ്പ് കൊടുക്കാറില്ല. ഒരാൾ പറഞ്ഞു തീരുന്നതിന് മുമ്പേ നമ്മൾ സംസാരിക്കാൻ തുടങ്ങും. ആ ഒരു സ്വഭാവത്തിൽ നിന്നൊരു മാറ്റം വരുന്നത് നല്ലതാണ്. നമ്മളൊരു 75% നമ്മളൊരു കേൾവിക്കാരാകുക, 25% നമ്മൾ സംസാരിക്കാവുള്ളൂ. അതിനൊരു ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മളിപ്പോ ഒരിടത്ത് പോയി പ്ലാൻ പ്രസന്റ് ചെയ്യാനായിട്ട് ചെന്ന്, എല്ലാ മനുഷ്യരും ഒരുപോലല്ല. ചില ആൾക്കാർ നമ്മൾ പറയുന്നത് അപ്പടിയേ ഇങ്ങനെ കേൾക്കും, ഗ്രഹിക്കും, കാര്യങ്ങൾ മനസ്സിലാക്കും, അതിനുള്ള റിപ്ലൈ പറയും. ചില ആൾക്കാർ നമ്മൾ അങ്ങോട്ട് ഒന്ന് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ 2 പ്രാവശ്യം ഇങ്ങോട്ട് പറയുന്നവരുണ്ട് അല്ലെ. അപ്പൊ ചില ആൾക്കാർ എന്താ ചെയ്യുന്നത്, അവരെ അടിച്ചമർത്തിയിട്ട് നമ്മൾ പറയാനായിട്ടുള്ളത് അങ്ങോട്ട് കട്ടിയിൽ അങ്ങോട്ട് പറഞ്ഞു കേൾപ്പിച്ച് നമ്മൾ ഇങ്ങോട്ട് അങ്ങ് പോരുക. അങ്ങനെ അല്ല ചെയ്യേണ്ടത്. അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അവർക്ക് പറയാനായിട്ടൊരു അവസരം കൊടുക്കുക. അവര് പറയുന്ന കാര്യങ്ങൾ ഒരു കേൾവിക്കാരായിട്ട് നമ്മൾ കേൾക്കുക. അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതെല്ലാം നമ്മൾ കേൾക്കുക. എന്നിട്ട് പറയുന്നത് ഇതെല്ലാം കറക്റ്റാണ്, പക്ഷെ ഇങ്ങനെയും കൂടെ ഉണ്ടൊരു കാര്യം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാം. ഇനിയിപ്പൊ നമുക്ക് എന്തെങ്കിലും അവര് പറയുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാൻ മേലെങ്കിൽ നമ്മളത് തെറ്റായിട്ടുള്ള ഒരു കാര്യം നമുക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അത് അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ നോക്കരുത്. അവരോട് പറയണം, ഇങ്ങനത്തെ കാര്യം ഇപ്പൊ സാറ് പറഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് അതിനെക്കുറിച്ച് ഒരു ചിന്ത തന്നെ വന്നത്. അതിനെക്കുറിച്ച് ഞാൻ റെഫർ ചെയ്തത്, അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പഠിച്ചിട്ട് സാറിനോട് ഞാൻ അതിനൊരു മറുപടി പറയാം എന്നൊക്കെ പറയുവാണെങ്കിൽ അവർക്ക് നമ്മളോട് റെസ്പെക്ട് തോന്നും. ചില ആൾക്കാരുണ്ട്, നമ്മൾ പോയ കാര്യങ്ങൾ നമ്മൾ ഫയല് നോക്കി അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം അപ്പടി അങ്ങ് അടിച്ചേൽപ്പിച്ച് അവരെ പറഞ്ഞ്, അത് നല്ലൊരു സൗഹൃദമല്ല അവിടെ വരുന്നത്. അതേസമയം അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ട് അതിന് മറുപടി പറഞ്ഞ് അവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് വരും. അതിപ്പോ ഞാൻ പ്രസന്റേഷന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു ഗ്രൂപ്പ്, നമ്മൾ ഫ്രണ്ട്സ് ഇരുന്ന് സംസാരിക്കുവാണെങ്കിലും അല്ലാത്ത സ്ഥലങ്ങളിൽ, ഇപ്പൊ നമ്മുടെ ബിസിനസിന്റെ ഗ്രൂപ്പുകളിലാണെങ്കിലും ചില ആൾക്കാർ അവർ പറയുന്ന കാര്യങ്ങൾ തന്നെ നടത്തണം, ചെയ്യണം, അങ്ങനെയുള്ള ഒരു രീതി ഒരിക്കലും ശരിയല്ല. നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ, ഇപ്പൊ നമുക്കൊരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് അറിവുള്ള ആൾക്കാരോടൊക്കെ അതിനെക്കുറിച്ച് ചോദിക്കുക. അത് നല്ലൊരു സ്വഭാവത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ നമ്മൾ എന്തിനെ കുറിച്ചെങ്കിലും ചെയ്യണമെങ്കിൽ അറിവുള്ള ആൾക്കാരോട്, ഒരു 4-5 പേരോട് അതിനെക്കുറിച്ച് ചോദിച്ചു കഴിയുമ്പോൾ എന്നാന്ന് വെച്ചാൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ അതെല്ലാം സ്വീകരിക്കണമെന്നല്ല പറയുന്നത്, എന്നാൽ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതൊന്ന് തീരുമാനിക്കാം. പക്ഷെ നമ്മളത് ചോദിച്ച് അവർ പറഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ ചിന്തിക്കാത്ത തലങ്ങളിലായിരിക്കും അവർ ചിന്തിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ അറിവ് നമുക്ക് വർദ്ധിക്കും. അതുപോലെ തന്നെ നമുക്ക് അവരുടെ അഭിപ്രായങ്ങൾ കിട്ടുക, നമുക്ക് യോജിച്ച അഭിപ്രായം നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക, ചെയ്യുക. അപ്പൊ നമ്മൾ ഈ അനാവശ്യമായിട്ട് സംസാരിക്കാതിരിക്കുക. നമ്മൾ ചിലരുണ്ട്, പോയി കഴിഞ്ഞാൽ നമ്മൾ ആരോ വലുതാന്നു വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ അങ്ങോട്ട് പറയും അല്ലെ. തള്ളെന്ന് പറയും, ഇപ്പോഴത്തെ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ തള്ള്. ഇപ്പൊ ആൾക്കാർക്ക് അങ്ങനെ ഒരു തള്ളെന്ന് പറയുന്നത് നമുക്ക് കേൾക്കുമ്പോഴേ പറയും, ഓ അവൻ വലിയൊരു തള്ള, അങ്ങനെ പറയും. അപ്പൊ നമ്മളെ കുറിച്ച് ഒരു അപജ്ഞയാണ് അവിടെ വരുന്നത്. അപ്പൊ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മളെ കുറിച്ച് പറയാതെ നമ്മൾ കേൾവിക്കാരായിട്ട് മാറുക. അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞാൽ മതി. എന്നിട്ട് അവര് നമ്മളെ കുറിച്ച് അറിയുമ്പോഴാണ് നമ്മളെ കുറിച്ച് അവർക്കൊരു ബഹുമാനം വരുന്നത്. അങ്ങനെ നമ്മൾ 25% സംസാരിക്കുക, 75% കേൾവിക്കാരാകുകയും ചെയ്യുക. നമുക്കറിയാം, ഒരു പ്രായമായിട്ടുള്ള ഒരു ആൾക്കാരുള്ള ഒരു വീട്ടിൽ ചെല്ലുവാണെങ്കിൽ അവർക്ക് നമ്മളോട് ഒത്തിരി സംസാരിക്കാൻ കാണും അല്ലെ. കുറച്ച് സമയം അവർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. അവര് അങ്ങനെയൊക്കെ എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റാൻ സാധിക്കുന്നത്. അവർക്ക് കുറെ അധികം സംസാരിക്കാൻ കാണും. ചിലർക്ക് സംസാരിക്കാനായിട്ട് ആൾക്കാരില്ലാത്ത ആൾക്കാരുണ്ടല്ലേ.
ഒരാരെയെങ്കിലും ഒന്ന് കിട്ടിയാൽ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടല്ലേ. അതൊക്കെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കണ്ട് അവർക്കൊക്കെ കുറച്ചൊരു റിലീഫാ കിട്ടുന്നത്. അവർ നമ്മളോട് സംസാരിച്ചു കഴിയുമ്പോൾ അവർക്ക് നല്ലൊരു റിലീഫ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് സംസാരം എന്ന് പറയുമ്പോൾ. അസ്ഥാനത്ത് കയറി സംസാരിക്കരുത്. ചിലരുടെ സംസാരം കേൾക്കുമ്പോൾ പറയേണ്ട സ്ഥലത്തല്ലാത്ത കുറെ കാര്യങ്ങൾ അവിടെ സമയം അസമയത്ത് സംസാരിക്കരുത്. ഇപ്പൊ ഒരു മരണ വീട്ടിൽ പോയിട്ട് കല്യാണത്തിന്റെ കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് ചേരാത്ത അവസരോചിതമല്ലാത്ത സംസാരങ്ങള്, ലൂസ് ടോക്സ് എന്ന് പറയും. ചിലരുണ്ട് തമാശയാന്നൊക്കെ വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറയും അല്ലെ, ലൂസ് ടോക്സ്. അത് പാടില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരത്തിൽ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ആപ്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കത്തുള്ളൂ. നമ്മൾ ഈ ഒത്തിരി സംസാരിക്കുന്നതിനേക്കാളും നല്ലത് വളരെ കുറച്ച് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ഒരു സംസാരത്തിലേക്ക് വരിക എന്നുള്ളതാണ്. ആപ്റ്റായിട്ടുള്ള വേണ്ടിയ സമയത്ത് അസമയത്ത് സംസാരിക്കാതെ അവസരോചിതമായിട്ട് സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുമ്പോൾ ചില ആൾക്കാരുണ്ട് മറ്റുള്ളവരെ കൊള്ളിച്ച് രണ്ട് പറഞ്ഞു കഴിയുമ്പോൾ അവർക്കൊരു തൃപ്തിയാ അല്ലെ. നമ്മൾ ഏത് സംസാരത്തിൽ അങ്ങനെയുള്ള പേഴ്സണാലിറ്റികളെ നമ്മൾ ശ്രദ്ധിച്ചറിയാം. അവരൊരു സെന്റൻസ് പറഞ്ഞ ആരെയെങ്കിലും ഒരു മുള്ളും മുനയും വെച്ച് അവർ പറയത്തുള്ളൂ. അത് ഒരു ചീത്ത ഹാബിറ്റാണ്. അത് മാറ്റിയെടുക്കേണ്ടതാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകും എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യവും നമ്മൾ പറയരുത്. അത് അവിടെ വെച്ച് പറയുകയേ വേണ്ട. നമ്മളായിട്ട് മറ്റുള്ളവർക്ക് ഒരു വേദന ഉണ്ടാക്കിയിട്ട് എന്താണ് കാര്യം അല്ലേ. നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്നവരായിട്ട് നമ്മുടെ സംസാരത്തിലും നമ്മുടെ പ്രവൃത്തിയിലും മറ്റുള്ളവർക്ക് നമുക്ക് സന്തോഷം പകരുന്നവരായിട്ട് ഒരാളെ പോലും വേദനിപ്പിക്കുന്ന സംസാരങ്ങൾ ഒരിക്കലും പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ സംസാരത്തിൽ ഹ്യൂമർ ചേർക്കുക അല്ലെ. എല്ലാവർക്കും താല്പര്യമല്ലേ ഇച്ചിരി തമാശയൊക്കെ പറഞ്ഞ്. പക്ഷെ തമാശ പറയുമ്പോഴത്തേക്ക് അതിനൊക്കെ ഓരോ അതിർവരമ്പുകളുണ്ട്. ആരോടാണ് സംസാരിക്കുന്നത് അതിനനുസരിച്ചുള്ള കൗണ്ടറുകളൊക്കെ നമ്മൾ പറയാവുള്ളൂ. വേറൊരാളെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു സംസാരവും നമ്മുടെ ഭാഗത്തുനിന്ന് വരരുത്. മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ഫീലിങ്സ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അല്ലേ. ഇപ്പൊ നമ്മള് ബിസിനസ്സിലാണേലും പലരുമായിട്ട് ഇടപെടുമ്പോഴത്തേക്കും അവർക്ക് അവരുടേതായ ഒത്തിരി ഫീലിങ്സ് ഉണ്ട്. ഇപ്പം നമ്മള് ഗ്രൂപ്പ് ലീഡർ ആണേലും നിങ്ങൾ എന്തിനാണ് വർക്കിന് വരാഞ്ഞ്, നിങ്ങൾ എന്താണ് അങ്ങനെ ചെയ്യാഞ്ഞ്, നിങ്ങൾ എന്താണ് ഇങ്ങനെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. പക്ഷെ നമ്മൾ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളും കൂടെ അറിഞ്ഞിട്ട് വേണം അവരുമായിട്ട് ഇടപെടാൻ. ചിലപ്പോൾ ആ വ്യക്തിക്ക് അത് ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയായിരിക്കും അല്ലെ. അവർക്ക് അവരുടേതായ ഒത്തിരി ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും. നമ്മൾ ഒത്തിരി സംസാരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നവരായിട്ട് മാറിയാൽ നല്ലതാണ്. അത് നമ്മളുടെ സ്വഭാവത്തിൽ വരുന്നത് നല്ലതാണ്. നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷം പകരാനും, ചിലപ്പോൾ അവര് ഇങ്ങനെ വിങ്ങി പൊട്ടിയായിരിക്കും ഇരിക്കുന്നത് അല്ലെ, അവരുടേതായ പ്രശ്നങ്ങളിൽ അവരിയ്ക്കുമായിരിക്കും. അപ്പൊ നമുക്ക് അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കി അവരോട് ഇച്ചിരി ഒന്ന് സംസാരിച്ച് അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുത്ത് അല്ലെ അവരെ ഒന്ന് ചേർത്ത് പിടിച്ചാല്, അവരുടെ ഒന്ന് ഞാനുണ്ട് നിന്റെ കൂടെ എന്നൊരു വാക്ക് പറയാൻ നമുക്ക് സാധിക്കുന്നവരായി മാറുക, സ്വാതന്ത്ര്യം നൽകുന്നവരായിട്ട് മാറുക. അതാണ്. അതുപോലെ നമ്മൾ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ പേര് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നീ, എടി, അങ്ങനെ. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ടായിരുന്നു, പക്ഷെ പേര് ഞാനങ്ങ് മറന്നുപോയി. എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. എന്നുവെച്ചാൽ ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക്, ഞാനിപ്പോ ഒരു 40 വർഷമായിട്ട് ഈ ബിസിനസ്സിലായ സമയം അങ്ങനെ ആയതുകൊണ്ട് ഫസ്റ്റ് ഒക്കെ ഉള്ള എനിക്ക് തോന്നുന്നു എന്റെ ഗാർമെന്റ് യൂണിറ്റ് ആണ്. എൻ്റെ കൂടെ ഇപ്പൊ ഒത്തിരി സ്റ്റാഫ് വന്നു പോയിട്ടുണ്ട്. പക്ഷെ ചില ആൾക്കാരെ നമ്മൾ ഓർത്തിരിക്കും, ചിലരെ നമ്മൾ ഓർക്കത്തില്ല. പക്ഷെ അവർക്ക് നമ്മളെ കാണുമ്പോൾ ഭയങ്കര ഒരു സ്നേഹത്തിൽ അവരിങ്ങോട്ട് വരുന്നത്. ഞാൻ അടുത്ത കാലത്ത് ഒരു കല്യാണത്തിന് പോയപ്പം, വളരെ വർഷങ്ങൾക്ക്, ഒരു 30 വർഷം മുമ്പേ എൻ്റെ കൂടെ തയ്ച്ച ഒരു കൊച്ച്, എൻ്റെ കൂടെ ജോലി ചെയ്ത ഒരു കൊച്ച് എന്നെ കണ്ട ഉടനെ ഓടി വന്ന് ആന്റിയെ എന്ന് പറഞ്ഞങ്ങ് കെട്ടിപ്പിടിച്ചു. എനിക്ക് ആരാന്നൊരു പേരെനിക്കൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ വിഷമിച്ചിട്ടൊന്ന് ചോദിച്ചു, മോളെ പേരെന്നായിരുന്നു, ഞാനങ്ങ് വിട്ടുപോയെന്ന്. അത് അവിടെ നിന്നിട്ട് ഒരൊറ്റ കരച്ചിൽ കരഞ്ഞു. ആന്റി എന്നെ മറന്നുപോയല്ലേ എന്ന് ചോദിച്ചു. എനിക്കിതുപോലൊരു വിഷമയില്ല. നമ്മൾ അങ്ങനെ അങ്ങ്
പേരെന്താന്ന് ചോദിക്കുമ്പോ അവര് നമ്മളെ അത്രയും കരുതി സ്നേഹിച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ അവരുടെ പേര് മറന്നുപോയി എന്നുള്ള, അവരുടെ ഐഡന്റിറ്റി നമ്മളിൽ നിന്ന് പോയി എന്നുള്ളതല്ലേ, അതെന്നെ വല്ലാതെ ഫീൽ ചെയ്തൊരു കാര്യമാണ്. അങ്ങനെ ഇപ്പൊ അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മനോജ് സാറാണ്. കോട്ടയത്ത് വന്നാൽ മുഴുവൻ ആൾക്കാരുടെയും പേര് മനോജ് സാറിന് അറിയാം. എനിക്ക് തന്നെ പലപ്പോഴും ഞാൻ അതിശയിച്ചിട്ടുണ്ട്, എങ്ങനെ ഇങ്ങനെ പേര് ഓർത്തിരിക്കുന്നത്. കോഴിക്കോട്ട് ചെന്നാൽ അവരുടെ പേരറിയാം അല്ലെ, ട്രിവാൻഡ്രത്ത് ചെന്നാൽ അവരുടെ പേരറിയാം. മനോജ് സാറിന് അതിന് വലിയൊരു കയ്യടി കൊടുക്കേണ്ടതാണ്, ഇത്രയും ആൾക്കാരുടെ പേരും വ്യക്തികളെയും ഓർത്തിരിക്കുന്നത്. അത് നല്ലൊരു ക്വാളിറ്റിയാണ്. നമ്മുടെ ആ പേരുകൾ നമ്മൾ വിളിച്ച് സംസാരിക്കുമ്പോൾ, ഇപ്പം കോട്ടയത്ത് വന്നിട്ട് സൂസമ്മയെന്ന് വിളിച്ച് എന്നോട് സംസാരിക്കുമ്പോ എന്നെ സാർ എന്തോ കരുതിയ പോലെ, എനിക്കൊരു പ്രിഫറൻസ് തന്ന പോലത്തെ ഒരു ഫീൽ എനിക്കുണ്ടാകും അല്ലെ. അതുപോലെ നമ്മൾ ഓരോരുത്തരുടെയും പേരോർത്തിരിക്കുക. ഞങ്ങൾ മാറിപ്പോയി, മറന്നുപോയി, പണ്ട് കണ്ടതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ വ്യക്തികൾക്ക് നമ്മളോടുള്ള ഒരു അടുപ്പം കുറയും. അപ്പം കഴിവതും നമ്മളത് പേരോർത്തിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫിഗറ്റിങ്സ് എന്ന് പറയും, നമ്മുടെ ഗോഷ്ഠികൾ നമ്മൾ കാണിക്കുന്നത്. ഒത്തിരി ഗോഷ്ഠികൾ നമ്മൾ കാണിക്കാറുണ്ട് അല്ലെ. വിരലുകൾ ഇങ്ങനെ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ വിരൽ ഇങ്ങനെ മടക്കി ശബ്ദം കേൾപ്പിക്കുക, ഇങ്ങനെ തലചൊറിയുക, ഇങ്ങനെ കൈവെക്കുക, ഇങ്ങനത്തെ കുറേ ഫിഗറ്റിങ്സ് എന്ന് പറയും. അത് ഒക്കെ നമ്മൾ ഒഴിവാക്കാനായിട്ട്, നമ്മുടെ എന്തൊക്കെ കുറവുകളാന്നുള്ളത് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് അത് നമ്മൾ മാറ്റാനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്തിട്ടുള്ള, അതായത് നമ്മളെ അപമാനിക്കുന്നവരല്ല, പരസ്യമായിട്ട് വന്നിട്ട് നീ അങ്ങനെ കാണിക്കുന്നു, നീ ഇങ്ങനെ കാണിക്കുന്നു എന്നൊന്നും പറയുന്ന ആൾക്കാരല്ല, നമ്മളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരോട് ചോദിക്കണം നമുക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത്, അതൊക്കെ എന്നോടൊന്ന് അങ്ങനെ നമുക്ക് സംസാരിക്കാമല്ലോ. അപ്പൊ അവര് നമ്മളോട് വളരെ അടുത്തിട്ടുള്ളവര് നമ്മുടെ കുറവുകൾ നമുക്ക് പറഞ്ഞു തരും. അത് നമ്മൾ തിരുത്തി നമ്മൾ മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ്. അതിനൊരു മനസ്സ് കാണിക്കുന്നത് തന്നെ നല്ലതാണ്. അങ്ങനെ നമ്മളെപ്പോഴും കറക്റ്റ് ചെയ്യുന്നവരായിരിക്കണം. നമ്മളെ തന്നെ അനലൈസ് ചെയ്യുന്നവരായിരിക്കണം. ഞാൻ എപ്പോഴും ഞങ്ങളുടെ ഗ്രൂപ്പിൽ പറയാറുണ്ട്, ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അതിനെ ഒന്ന് അനലൈസ് ചെയ്യണമെന്ന്. എന്തിനാ? ആരെയും കുറ്റം പറയാനായിട്ടൊന്നും അല്ല. നമ്മളത് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ വളരുന്നത് അങ്ങനെയാ. നമ്മളിപ്പോ ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ നമ്മുടെ കുറവുകൾ എന്താ, നമ്മുടെ പ്രശ്നങ്ങൾ എന്താ, ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നത് നല്ലതാന്നുള്ള ഒരു അഭിപ്രായം കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാറുള്ളത്. നമ്മളൊരു പ്രോഗ്രാം കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ തന്നെ ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക, ഇന്നത്തെ ഓരോ പ്രശ്നങ്ങൾ. അങ്ങനെ അനലൈസ് ചെയ്യുന്ന വ്യക്തികൾ പേഴ്സണാലിറ്റി വളരുന്നവരാ. ഇന്നത്തെ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുക. ഇന്ന് എന്തൊക്കെയാണ് നമുക്ക് സംഭവിച്ചത്, അതിൻ്റെ അകത്ത് നമ്മുടെ റോൾ എന്തായിരുന്നു. ഇപ്പം നമ്മൾ രണ്ടുപേര് തമ്മിലൊരു വഴക്കുണ്ടായെന്ന് തന്നെ വിചാരിക്കുക, ഒരു വാക്കേറ്റം ഉണ്ടായെന്ന് വിചാരിക്കുക. നമ്മൾ കിടക്കുന്നതിന് മുമ്പേ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. നമ്മുടെ ഭാഗം, പണ്ട് എനിക്കൊരു ഷെമ്മാശനൊരു ക്ലാസ് എടുത്തപ്പോഴത്തേക്കും പറഞ്ഞായിരുന്നു, നമ്മൾ നിന്ന് സംസാരിക്കുമ്പോൾ മറ്റേ ആളുടെ വക്കീലായിട്ട് നമ്മൾ നിൽക്കണമെന്ന്. മറ്റേ ആളുടെ വക്കീലായിട്ട്, മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? മറ്റേ ആളുടെ വക്കീലെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ വേറൊരാളുമായിട്ട് ഒരു സംവാദമുണ്ട്, ഒരു വഴക്ക് പോലെ ഒരു സംസാരം ഉണ്ടായെന്ന് വെച്ചു. ഞാൻ കിടക്കുന്നതിന് മുമ്പേ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് എനിക്കെതിരായിട്ട് പറഞ്ഞ ആളുടെ വക്കീലായിട്ട് ഞാൻ നിൽക്കണം. അതിന് കാരണം എന്നാന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അവര് ആ മറുപടി പറയുകയില്ലായിരുന്നു. എന്തുകൊണ്ടാ? എപ്പോഴും എന്റെ ഭാഗത്ത് തെറ്റായിട്ട് ഞാൻ ചിന്തിക്കണം. ഞാൻ അതിങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് അവരങ്ങനെ മറുപടി പറഞ്ഞത്. അപ്പൊ ഞാനാണ് അവിടെ തെറ്റുകാരി അല്ലേ. ഞാൻ ആ വാക്ക് അവിടെ ഉച്ചരിച്ച് ആ ഒരു സെന്റൻസ് അവരോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അവരങ്ങനെ ഒരു മറുപടി പറയത്തില്ലായിരുന്നു. അങ്ങനെ നമ്മളെപ്പോഴും നമ്മളെ തന്നെ അനലൈസ് ചെയ്യുന്നവരാവുക. നമ്മുടെ പേഴ്സണാലിറ്റി നമ്മൾ എന്നാ പറയുന്നത്, ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരിക. നമ്മൾ എല്ലാ ദിവസവും നമ്മളെ തന്നെ അനലൈസ് ചെയ്ത് നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നവരായിട്ട് മാറുക. പിന്നെ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ ഒത്തിരി ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലേ. നമ്മളെല്ലാവരും പഴയ കാര്യങ്ങളെ ഓർത്ത് ജീവിക്കുന്നവരാ. പ്രസന്റ് ജീവിക്കുന്നവർ വളരെ കുറവാണ്. പഴയ കാര്യം, പാസ്റ്റിൽ ജീവിക്കുന്നവരും ഉണ്ട്, ഫ്യൂച്ചറിൽ ജീവിക്കുന്നവരും ഉണ്ട്. പാസ്റ്റിലുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ നടന്നുപോയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് വിഷമിച്ച് ഇന്നും അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ചിലര് സ്വപ്നം കണ്ട് ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് അങ്ങനെയാകും, ഞാൻ അങ്ങനെയാകും എന്നൊക്കെ ഓർത്തോർത്തോർത്ത് അങ്ങ് പോവും ഇല്ലേ. പ്രസന്റിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഇന്ന് നമ്മൾ എന്താണോ അതാണ് നമ്മുടെ ഫ്യൂച്ചർ. ഇന്ന് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നാളെ നമ്മുടെ ഫ്യൂച്ചറായിട്ട് വരിക. അപ്പൊ നമ്മൾ ഇന്നിൽ ജീവിക്കാൻ പഠിക്കുക, അത് വലിയൊരു കാര്യമാണ്. ഇന്നിൽ നമ്മൾ ജീവിക്കാനായിട്ട് പഠിക്കുക. നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളെയൊക്കെ വിട്ടുകളയാൻ പഠിക്കുന്നവരായിരിക്കണം.
നിത്യവും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത, അതായത് ഇപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളെ നമ്മൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. എപ്പോഴും നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ നമ്മൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ എപ്പോഴും നമ്മുടെ ചുറ്റുപാട് ചിലര് നമുക്ക് ഒഴിവാക്കാൻ മേലാത്തവരുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരാള്, നമ്മുടെ ക്ലോസ് ഫ്രണ്ട്, നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരാള് നമുക്ക് ഒഴിവാക്കി വിടാൻ മേല, എങ്കിലും അവരുമായിട്ട് ഒരു അകലം പാലിക്കുന്നത് നമ്മൾ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവായിട്ട് സംസാരിക്കാൻ തുടങ്ങും. ചില ആൾക്കാർ പറയും ഞാൻ ഭയങ്കര പോസിറ്റീവാ, പക്ഷെ അവരൊക്കെ നെഗറ്റീവാ. ആ പറയുന്ന സെന്റൻസ് തന്നെ നെഗറ്റീവാ. കാരണം എന്താ വെച്ചാൽ ഞാൻ പോസിറ്റീവാണ്, അവരെല്ലാം നെഗറ്റീവാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമുക്ക് എല്ലാ സാഹചര്യങ്ങളും ശരിയായിട്ട് വന്നിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് നിന്നിട്ടാണോ കാര്യം? നമ്മുടെ ചുറ്റുമുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ട് നിൽക്കുമ്പോൾ അതിനു മേലെ പോസിറ്റീവായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അല്ലാതെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് കൺവീനിയന്റ് ആയിട്ട് വന്നിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നതിൻ്റെ അകത്തല്ല കാര്യം. അപ്പൊ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ചുറ്റും വരുന്ന പ്രശ്നങ്ങളെ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ് വേണ്ടിയത്. അങ്ങനെയുള്ളവരാണ് ബലശാലികളായിട്ട് വരുന്നത്. നമ്മൾ കരുത്താർജിച്ചു വരണം. നമ്മൾ ഓരോ ദിവസവും നമ്മൾ കരുത്താർജിച്ചു വരണം. നമ്മുടെ പ്രശ്നങ്ങളെ അതിജീവിച്ച് നമ്മൾ എപ്പോഴും നമ്മുടെ പറയുന്നത് നമ്മൾ ഒരു മെന്റൽ എക്സസൈസ് പോലെ നമ്മൾ പ്രശ്നങ്ങളെ അതിജീവിക്കുന്നത്, നമ്മൾ അതിനെ കരുതയോ എനിക്ക് എപ്പോഴും പ്രശ്നമാണെന്നല്ല കരുതേണ്ടത്. നമ്മളിപ്പോ അറിയാം, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് വളരെ ശാന്തമായിട്ട് ജീവിക്കുന്ന ഒരാള്, ആ ഭാര്യയ്ക്ക് ചിലപ്പോൾ ഒന്നും അറിയത്തില്ലായിരിക്കും അല്ലെ. അവള് ബില്ലടയ്ക്കുന്ന എവിടെയാന്ന് പോലും അറിയാൻ മേലാത്ത ഒത്തിരി സ്ത്രീകൾ ഇപ്പം ജീവിക്കുന്നുണ്ട്. ഭർത്താവ് മുഴുവൻ ചെയ്തു കൊടുക്കുന്നത്. പെട്ടെന്ന് അവളുടെ ഭർത്താവ് ഒന്ന് മരിച്ചു പോയി എന്ന് വിചാരിക്കുക, ഞാനൊരു സങ്കല്പിക്കാൻ പറയുന്ന, അവള് കരുത്താർജിക്കാൻ തുടങ്ങും അല്ലെ. അവൾ ആ ജീവിതത്തിൽ പടവെട്ടി, അങ്ങനെ എത്രയോ സംഭവങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മളൊന്നും അറിയാൻ മേലാത്ത പെണ്ണുങ്ങൾ പിന്നെ അവസാനം അവരെ മക്കളെ വളർത്താനും ആ കുടുംബം നിലനിർത്താനുമായിട്ട് അവർ കരുത്താർജിച്ച്. അപ്പൊ എങ്ങനെയാ കരുത്താർജിച്ചത്? അവർക്ക് വന്ന പ്രശ്നങ്ങളുടെ മേലെ അവർ ഉയർന്ന. ചില സ്ത്രീകളുണ്ട് അതിൽ നിന്ന് തളർന്ന് അയ്യോ എനിക്കൊന്നും മേലെ എന്നും പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാർ വളരെ കുറച്ചേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 90% പ്രശ്നങ്ങളെ അതിജീവിക്കുന്നവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ പ്രശ്നങ്ങളെ നോക്കി താഴോട്ട് പോകുന്ന ആൾക്കാർ. അപ്പൊ നമ്മൾ കരുത്താർജിക്കണം. ഈ വരുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ഒരു മെന്റൽ എക്സസൈസ് ആയിട്ട് നമ്മൾ കരുതുക. അത് മാത്രം ഓർത്ത് നമ്മൾ കൂടുതൽ വളരുന്നവരായിട്ട് മാറുക. പിന്നെ നമുക്കൊരു ഡിറ്റാച്ച്ഡ് മൈൻഡ് വേണം. ഡിറ്റാച്ച്ഡ് മൈൻഡ് എന്ന് പറഞ്ഞാല് ചില കാര്യങ്ങളെയൊക്കെ നമ്മൾ കണക്ട് ചെയ്യാതെ നമ്മൾ പോകണം. ചില കാര്യങ്ങൾ ഇപ്പൊ ഞാൻ അതിന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും ഓർമ്മ വരുന്നത് മോഹൻലാലിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് വളരെ വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനാണല്ലോ എന്ന് തോന്നി. ഒരു സമയത്ത് ശ്രീനിവാസനുമായിട്ടുള്ള ഏതാണ്ടൊക്കെ ഇഷ്യൂസ്, നമ്മൾ അതിനെ കുറിച്ചൊന്നും ഇവിടെ പറയണ്ട. അന്നേരം ഒരു ഇന്റർവ്യൂവിൽ മോഹൻലാലിനോട് ചോദിച്ചു, അത് ശ്രീനിവാസൻ പറഞ്ഞത് ലാലിനെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞ് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞതാണ്, നമ്മൾ എന്തിനാ അതൊക്കെ അങ്ങനെ ചിന്തിക്കുന്നത്? നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോയാൽ മതി. വേണ്ടാത്ത ഭാരങ്ങളെല്ലാം എടുത്ത് തലയെ വെച്ച് കഴിഞ്ഞാൽ എന്നാ പ്രശ്നം എന്നറിയോ? നമ്മൾ അവസാനം ആ ഭാരവും ചുമന്നുകൊണ്ട് നമ്മൾ നടക്കുക. പറഞ്ഞവര് പറഞ്ഞിട്ട് അവരങ്ങ് പോയി അല്ലേ. നമ്മളതെടുത്ത് നമ്മളെ കുറിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ തലയെ വെച്ചിട്ട് ആ ഭാരവും ചുമന്ന് നമ്മുടെ മനസ്സിന്റെ പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ വിഷമിച്ചിരിക്കുക. പറഞ്ഞ ആൾക്കാർ അത് പറഞ്ഞു, അവര് വേറെ അടുത്ത ആളെ പറയാനായിട്ട് അവര് പോയി കഴിഞ്ഞു ഇല്ലേ. അവര് പിറ്റേ ദിവസം പോയി വേറെ 2 പേരെ പറഞ്ഞു, അവര് പോയി. നമ്മൾ വേണ്ടാത്ത പ്രശ്നങ്ങളെല്ലാം നമ്മളെ കുറിച്ചാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തലയിൽ അത് എടുത്തു വെച്ച് ആ ഭാരവും ചുമന്നുകൊണ്ട് നമ്മൾ പോവുക. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇത് വരാതെ ഡിറ്റാച്ച്ഡ് മൈൻഡ്, കുറെ കാര്യങ്ങളെ നമ്മൾ വേണ്ട, അതുമായിട്ട് നമുക്ക് ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാത്ത പോലെ നമുക്ക് വേണ്ടിയത് നമ്മുടെ പ്രതിബദ്ധതയും കടമയാണ്. നമ്മളെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ ആരാണോ അവര് ചെയ്യേണ്ടതായ കുറെ കടമകൾ, നമുക്ക് നമ്മുടെ വ്യക്തിത്വമായിട്ട് നമ്മുടെ പ്രതിബദ്ധതകളൊക്കെ ഉണ്ട് അല്ലെ. അത് നമ്മൾ നിറവേറ്റി നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ചുമ്മാ പ്രശ്നങ്ങളെ ഓർത്ത് ഇതിനെ ഓർത്ത് ഇങ്ങനെ പോകുന്നവരായിട്ട് വരരുത്. ദുർബലർ എങ്ങനെയാണെന്നറിയോ? അവര് പറയും എനിക്കിത് അവകാശമാണ്, എനിക്കിത് വേണം, എനിക്കിത് നേടിയെടുക്കണം എന്ന് പറയും. അതേസമയം ബലശാലികൾ എങ്ങനെയാണെന്നറിയോ? അവര് കടമകൾ നിറവേറ്റി പോകുന്നവരാ. അവര് കടമകൾ മാത്രം ചെയ്തവര് പോകണം. ഒത്തിരി നമ്മൾ റിയാക്റ്റീവ് ആകരുത്. ചില ആൾക്കാരുണ്ട്, ചെറിയ ഒരു കാര്യം വന്നാൽ തന്നെ അതിനെ പെട്ടെന്ന് അങ്ങ് റിയാക്ട് ചെയ്ത് ഉടനെ ഒരാളൊരു കാര്യം പറഞ്ഞത് നമ്മളെ കുറിച്ചായിരിക്കുമെന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ അതിനുടനെ മറുപടി പറഞ്ഞ് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായി അങ്ങനെ അങ്ങ് പോകുന്ന ആൾക്കാരുണ്ട്. നമ്മളെപ്പോഴും അവരുടെ ലെവലിലേക്ക് താന്നു പോകരുത്. നമുക്കൊരു ലെവലുണ്ട്. ആ ലെവലിൽ നിന്ന് മറ്റുള്ളവരോട് ഇങ്ങനെ മറുപടി പറയാൻ പോയാൽ എന്നാ വരുന്നത്? നമ്മുടെ ലെവലിൽ നിന്ന് നമ്മൾ താഴോട്ടാ പോകുന്നത്.
നമ്മൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മളെ കുറിച്ചല്ല പറഞ്ഞതെന്ന് നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മുടെ മനസ്സിൽ കറക്റ്റ് ആയിട്ടിരിക്കുക. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. നമ്മൾ സത്യസന്ധമായിട്ട് ജീവിക്കുക. മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. നമ്മളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെങ്കിൽ നമ്മളത് നെവർ മൈൻഡ്. നമ്മളെ കുറിച്ചല്ല പറഞ്ഞത്, നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ നമ്മൾ അതിനെ ഏറ്റുപിടിക്കാൻ പോകുന്നത്? അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് പോകുക. നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക. മറ്റുള്ളവരെല്ലാം നെഗറ്റീവ് ആയിട്ടിരിക്കുക. അവരെങ്ങനെ ഇങ്ങോട്ട് വരും എന്നുള്ളൊരു ചിന്ത നമ്മൾ വേണ്ട. നമ്മളെ അവര് മനസ്സിലാക്കണം എന്ന് നമ്മൾ ചിന്തിക്കണ്ട. നമ്മൾ അവരെ മനസ്സിലാക്കുക. നമ്മൾ അവരെ മനസ്സിലാക്കിയിട്ട് എന്ത് വരണം? നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു പോവുക. അവര് നമ്മുടെ ഒപ്പം വരണം, അല്ലെങ്കിൽ അവര് നമ്മളെ മനസ്സിലാക്കണം എന്നൊക്കെയുള്ള ഒരു ഇത് നമുക്ക് വേണ്ട. പിന്നെ നമ്മൾ ചില ആൾക്കാരുണ്ട് എപ്പോഴും ഉപദേശം കൊടുത്തോണ്ടിരിക്കുക. നമുക്കറിയാം ഉപദേശം ആർക്കും താല്പര്യം ഇല്ലാത്തൊരു കാര്യമല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ ഉപദേശിക്കുക. നമ്മളൊരു കാര്യം ഉപദേശിക്കാൻ പോകുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യങ്ങള് നമ്മൾ അത് ചെയ്തിട്ട് വേണം വേറൊരാളെ അത് ഉപദേശിക്കാൻ. അത് പറയുമ്പോൾ ഞാൻ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ കാര്യമാണ് ഓർക്കുന്നത്. മഹാത്മാഗാന്ധി, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇത് അറിയാവുന്ന കാര്യമായിരിക്കും എന്ന് തോന്നുന്നു. മഹാത്മാഗാന്ധി എവിടെയെങ്കിലും സംസാരിക്കുന്ന സമയത്ത് ഈ പിള്ളേരുമായിട്ടൊക്കെ അമ്മമാര് വരും. എന്താന്ന് വെച്ചാൽ മഹാത്മാഗാന്ധി എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പിള്ളേർ അന്നേരം അതങ്ങ് കേൾക്കും എന്നുള്ള ഒരു ചിന്തയില് എല്ലാരും മഹാത്മാഗാന്ധിയുടെ അടുക്ക് ആൾക്കാരെയും കൊണ്ട് വരും. ഇങ്ങനെയാണ് ഇവനെ ഒന്ന് പറഞ്ഞ് ശരിയാക്കണം. അങ്ങനെ ഒരു അമ്മയും ഒരു കുഞ്ഞും കൂടെ വന്നിട്ട് പറഞ്ഞു, ഇവനെ എന്നും പഞ്ചസാര കോരി തിന്നുക, അതുകൊണ്ട് മഹാത്മാഗാന്ധി ഒന്ന് പറയണം ഇവനോട് പഞ്ചസാര തിന്നരുതെന്ന് പറയണമെന്ന്. മഹാത്മാഗാന്ധി പറഞ്ഞു, അടുത്ത ആഴ്ച നിങ്ങൾ വാ, ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത് നിന്നൊരു ചോദിച്ചു, എന്താ അങ്ങനെ? എല്ലാ കാര്യവും അന്നേരം പറഞ്ഞു. പിന്നെ ഇതെന്താ അടുത്ത ആഴ്ചത്തേക്കെന്ന് പറഞ്ഞപ്പോ നമ്മുടെ മഹാത്മാഗാന്ധി പറയാണ്, എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്, അപ്പൊ അത് മാറ്റിയാലല്ലേ എനിക്ക് അവരെ ഉപദേശിക്കാനായിട്ട് ഒക്കത്തുള്ളൂ. ആ ഒരു കാര്യം നമ്മൾ കേൾക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം ഉപദേശങ്ങളാണ്. നമ്മൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഉപദേശങ്ങൾ കൊടുക്കും. പക്ഷെ നമ്മുടെ അറിയത്തില്ല, വലിയ പ്രസംഗങ്ങൾ അല്ലെ, ഒത്തിരി പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്നവരത് പ്രവൃത്തി വരുത്താറില്ല. അപ്പൊ നമ്മള് ഉപദേശങ്ങൾ കൊടുക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മൾ അവിടെ കറക്റ്റ് ആണോ എന്ന് ഒരു ചിന്ത നമുക്ക് വേണം. നമ്മൾ ഒരു വ്യക്തികളെയും ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. ചില ആൾക്കാരുടെ ഒരു സ്വഭാവമാണ് അവരും അവരുടെ കൂടെ ഉള്ളവരും കൂടി ഓരോ വ്യക്തികളെ അങ്ങ് തീർക്കുന്ന ഒരു പരിപാടി അല്ലെ. അവരെ ഇൻസൾട്ട് ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം, ഓരോരുത്തരും അവനവന്റെ സ്വപ്നങ്ങളിലാണ് ജീവിക്കുന്നത് അല്ലെ. നമ്മൾ ഓരോരുത്തരും ഓരോ സ്വപ്നങ്ങൾ എടുത്ത് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാ. അപ്പൊ നമ്മൾ ഒരാളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാല് നമ്മൾ എന്താ ചെയ്യുന്നത്? അവരുടെ സ്വപ്നങ്ങളോടുകൂടി അവര് തകർന്നു പോവുക ചെയ്യുന്നത്. വളരെ കുറച്ച് ആൾക്കാർക്ക് അതിനെ അതിജീവിച്ച് വരാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കൂടെയുള്ള ഒരാളുടെ നല്ല കാര്യങ്ങൾ നമ്മൾ പബ്ലിക്കായിട്ട് പറയുക, അവരെ അഭിനന്ദിക്കുക. അവരുടെ നല്ല എന്ത് കാര്യം കണ്ടാലും നമ്മളത് പറയുക. അതേസമയം അവരുടെ ഒരു കുറവോ കുറ്റോ കാണുവാണെങ്കിൽ നമ്മൾ രഹസ്യമായിട്ട് അവരോട് പറയുക, ഇതിങ്ങനെ കണ്ടു. ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും, എന്നാലും ഭൂരിപക്ഷം ആൾക്കാർക്കും രഹസ്യമായിട്ട് പോയി പറയുമ്പോൾ ഇതൊരു ഹാബിറ്റ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് ശരിയായില്ല, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് ശരിയായില്ല, അതിനെക്കുറിച്ച് ഒന്നുകൂടെ ഒന്ന് തിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞ് അവരെ രഹസ്യമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും. അതേസമയം പരസ്യമായിട്ട് നമ്മൾ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത് പബ്ലിക്കായിട്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആരെയും ഒരു പരിധി കൂടുതൽ നമ്മൾ സ്നേഹിക്കരുത്. അത് പറയുമ്പോൾ നമ്മൾ ഓർക്കും എല്ലാരും പറയുന്നത് എങ്ങനെയാ, സ്നേഹിക്കണമെന്നല്ലേ. ഞാൻ പറഞ്ഞത് ഒരു പരിധി കൂടുതൽ സ്നേഹിക്കരുതെന്ന. എല്ലാരോടും നമുക്ക് കാരുണ്യമാകാം, അവരുടെ പ്രശ്നങ്ങളിൽ നമുക്ക് ഇടപെടാം, അവരോട് കാരുണ്യമാകാം. ഒരു പരിധി കൂടുതൽ അവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ വരുന്ന പ്രശ്നം എന്നാണെന്നറിയാം, 100 പേരെ നമ്മൾ സ്നേഹിച്ചാൽ 100 ദുഃഖം നമ്മൾ സ്വീകരിക്കുക. അവരുടെ ദുഃഖങ്ങൾ നമ്മുടെ ദുഃഖമായിട്ട് മാറും. അവരെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക, അല്ലാതെ അവരുടെ മുഴുവൻ ദുഃഖവും നമ്മൾ ഏറ്റെടുക്കാൻ ശ്രമിക്കരുത്. അതായത് നമ്മൾ ഒത്തിരി ആൾക്കാരുമായിട്ട് ഇടപെടുമ്പോൾ നമ്മുടെ ഓരോ സർക്കിൾ ഉണ്ടായിരിക്കണം. എന്നോട് എപ്പോഴും എൻ്റെ മോള് പറയുന്ന ഒരു കാര്യം, അമ്മയ്ക്ക് അറിയത്തില്ലാത്തൊരു കാര്യമായി ഇതെന്ന് പറയും. എന്താ വെച്ചാൽ എല്ലാരെയും അമ്മ ഒരുപോലെയാ കരുതുന്നത്.
അങ്ങനെ അല്ല ചെയ്യേണ്ടതെന്ന് അവൾ എപ്പോഴും എന്നോട് പറഞ്ഞു തരാറുണ്ട്. എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് എനിക്കത് മനസ്സിലായിട്ടുമുണ്ട്. പക്ഷെ എനിക്കതൊന്നും കറക്റ്റ് ചെയ്യാൻ ഇതുവരെയായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും അതൊക്കെ ചെയ്യണമെങ്കിൽ ഓരോ സർക്കിളിൽ ഓരോരുത്തരെയും നിർത്തുക. നമ്മൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് മാത്രമേ നമ്മുടെ കാര്യങ്ങളെല്ലാം പറയാവുള്ളൂ. ബാക്കിയുള്ളവരോട് അതിന്റെ ഒരു ലെവലിലേ നിൽക്കാവുള്ളൂ. എല്ലാരെയും ഒരേ സർക്കിളിലിട്ട് ഒരുപോലെ നമ്മൾ ഇടപെടരുത്. അത് നമ്മുടെ വ്യക്തിത്വത്തിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ പിന്നീട് വരും. പിന്നെ നമ്മള് നന്നായിട്ട് നമ്മുടെ പേഴ്സണാലിറ്റി നന്നായിട്ടിരിക്കണമെങ്കിൽ നമ്മൾ ഡ്രസ് കോഡ് നോക്കണം. ഡ്രസ് കോഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒത്തിരി വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കണമെന്നുള്ളതല്ല. നീറ്റായിട്ട് ഓരോ പരിപാടിക്കും ചേരുന്ന പോലത്തെ ഡ്രസ്സുകൾ, അതിന്റെ ഒരു ഡ്രസ് കോഡ് ആയിരിക്കണം നമ്മുടേത്. അതുകൊണ്ട് ഡ്രസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. പിന്നെ നമ്മൾ ഡെയിലി അഫർമേഷൻസ്, പോസിറ്റീവ് അഫർമേഷൻസ് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ജീവിതത്തിന് നല്ലതാണ്. പിന്നെ നമ്മൾ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും പഠിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഉണ്ട്, പക്ഷെ നമ്മുടേതായ സ്കിൽസിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഏത് സ്കില്ലാണ് നമുക്ക് ഇപ്പം പ്രയോജനം? നമ്മളിപ്പോ ബയോട്ടോറിയത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചില സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഉന്നതിയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും, അല്ലെ? നമ്മൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കുമ്പോൾ അറിയാം അവരുടെ ചില സ്കിൽസ് നമുക്കില്ല. അതിനെയൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ അതിനായിട്ടൊരു സമയം നമ്മൾ കളയണം. ചിലർ പറയും ഒരു ക്ലാസ്സിന് പോകുമ്പോൾ 500 രൂപ അത് പോകുമല്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് കിട്ടുന്ന പൈസയുടെ ഒരു വീതം നമ്മുടെ സ്കിൽ ഡെവലപ്പിനായിട്ട് നമ്മൾ മാറ്റി വെക്കണം. എത്രയെങ്കിലും ഒരു പെർസെൻറ്റേജ്. അത് നിങ്ങളുടെ സ്ഥിതി എന്നാണെന്നൊന്നും എനിക്കറിയില്ല. ഓരോരുത്തരും അവനവന്റെ ഒരു വരുമാനത്തിൽ നിന്ന് ഇത്ര ശതമാനം നമ്മുടെ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ, നമ്മുടെ ലേണിങ്ങിന് വേണ്ടിയിട്ട്. ഇപ്പൊ നമുക്ക് ഫ്രീ ആയിട്ട് സൂമിലൊക്കെ ഇഷ്ടംപോലെ സംഗതികൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതിനൊന്നും പൈസ മുടക്കേണ്ടതായ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ രമേശൻ സാറാണേലും നമുക്ക് എത്രയോ നല്ല ക്ലാസ് എടുക്കുന്ന വ്യാഴാഴ്ചത്തെ ക്ലാസ്, അത് ആരും മിസ് ചെയ്യരുത്. നമ്മളുടെ മനസ്സിനെ ഒന്ന് ഉടച്ചു വാർക്കാനായിട്ട് വളരെയധികം സഹായമായ ഒരു ക്ലാസ് ആണത്. അങ്ങനെ നമുക്ക് ഡെയിലി സൂമിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ കിട്ടും. എങ്കിൽ പോലും നമുക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്ക് വളരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു ടൈം എടുത്ത് പൈസ മുടക്കേണ്ടതാണെങ്കിൽ പൈസ മുടക്കി തന്നെ നമ്മൾ തീർച്ചയായിട്ടും ആ സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക്. അങ്ങനെ വരുമ്പോ എന്നാന്ന് വെച്ചാൽ നമ്മളെ ചുറ്റി കുറെ ബൗണ്ടറികളുണ്ട്, അല്ലെ? നമുക്ക് അത് മേല ഇത് മേല, അല്ലെ? അങ്ങനെ ചെയ്യാനൊക്കത്തില്ല. ഇങ്ങനെ കുറെ ബൗണ്ടറികൾ നമ്മളെ ചുറ്റിയുണ്ട്. ആ ബൗണ്ടറികളെ പൊട്ടിച്ച് നമ്മൾ മുന്നേറണം. ആ ബൗണ്ടറികളെ പൊട്ടിച്ച് മുന്നേറിയാൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. പിന്നെ നമ്മൾ പറയുവാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് പറയാൻ. എല്ലാം നമുക്കിപ്പം പറയാൻ സാധിക്കത്തില്ല. അതിന്റെയൊക്കെ കാര്യങ്ങൾ ഞാനൊന്ന് വെറുതെ ഒന്ന് പറഞ്ഞു പോവാം. പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം ഉള്ളവര്, അത് എല്ലാം ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം ചെയ്യുക, നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യുക. അങ്ങനെ നമ്മളൊരു ഇതിലേക്ക് വരിക. അതുപോലെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വളർത്തിക്കൊണ്ടുവരിക. നമ്മൾ സെൽഫ് കോൺഫിഡൻസ് വളർന്നാൽ മാത്രമേ നമുക്ക് ഈ പ്രതികൂലങ്ങളെ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടൊക്കൂ. അതുപോലെ തന്നെ നമ്മൾ മാറ്റങ്ങൾ അനുസരിച്ച് നമ്മൾ അപ്ഡേഷന് തയ്യാറാകുക. നമ്മൾ പഴയ ഒരു രീതിയിൽ തന്നെ ഇന്നിരുന്നാൽ നമുക്ക് വിജയത്തിലേക്ക് വരാൻ പറ്റത്തില്ല. ഓരോ ദിവസവും നമുക്കറിയാം നമ്മുടെ കമ്പനി തന്നെ മാറ്റങ്ങൾ ഇങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കുക, അല്ലെ? അത് വല്ലതും നമ്മൾ അറിയുന്നുണ്ടോ? കുറെ സെയിൽ എടുത്തു, കുറെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതല്ല. ഇപ്പോഴത്തെ ഏറ്റവും വലിയത് റീപർച്ചേസിന് ഭയങ്കര സാധ്യതയാ. പക്ഷെ അതിനെക്കുറിച്ച് ആരെങ്കിലും ഒക്കെ പഠിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഴുവനായിട്ട് പഠിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന അറിവുകളിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഓരോ മാറ്റങ്ങൾ വരുമ്പോൾ അപ്ഡേഷൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് അപ്ഡേഷൻസ് അനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കണം. നമുക്കൊരു ചേഞ്ച് വേണമെങ്കിൽ ഷുഡ് സ്റ്റാർട്ട് ഡൂയിങ് ന്യൂ തിങ്സ്. പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ പണ്ടേ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഫയല് നോക്കി പറഞ്ഞു, അത് അങ്ങനെ തന്നെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊക്കെ മാറ്റം വരണം. നമ്മൾ വിജയിക്കണമെങ്കിൽ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ വന്നുകൊണ്ടേയിരിക്കണം. എങ്കിലേ നമുക്ക് വിജയിക്കാനുണ്ടൊക്കത്തു. അതുപോലെ തന്നെ പെർഫെക്ഷനിസം നോക്കണ്ട. ചില ആൾക്കാരുണ്ട് വളരെ കറക്റ്റായി 100% ശരിയായാൽ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. ഞാൻ അതിന് വേണ്ടിയിട്ട് സമയം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. 100% ശരിയായാൽ ചെയ്യാൻ വേണ്ടിയിട്ട്
ഒരിക്കലും നമുക്ക് ആർക്കും 100% ശരിയായിട്ട് നമുക്ക് ഒരു കാര്യവും ചെയ്യാനുണ്ടാക്കത്തില്ല. നമ്മൾ ആദ്യമേ ചെയ്യുമ്പോൾ ചിലപ്പോൾ 50% താഴെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ ഇന്ന് ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ നാളെ നിങ്ങൾക്ക് അത് 60 ആക്കാം, 70 ആക്കാം, നമുക്കത് ഇംപ്രൂവ് ചെയ്തുകൊണ്ട് വരാം. പക്ഷെ നമ്മളത് മുഴുവൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ നമ്മൾ നോക്കിയിരുന്ന നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് പോലും വെക്കാതെ നമ്മൾ ഈ ലോകത്തുനിന്ന് വിട വാങ്ങേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇന്ന് ചെയ്യേണ്ടതായ കാര്യങ്ങൾ നമ്മൾ ഇന്ന് തന്നെ ചെയ്യുക. അതിനായിട്ട് അതിൻ്റെ അകത്ത് കുറവുകൾ വരുമെന്നേ, അതിൻ്റെ അകത്ത് എന്താ പ്രശ്നം, എന്താ നമുക്ക് അതിൻ്റെ അകത്തൊരു നാണക്കേടോ നമുക്കങ്ങനെ കുറഞ്ഞു പോയെന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. അതെല്ലാം നമ്മുടെ ജീവിത അനുഭവങ്ങളാണ്, നമ്മൾ നന്നായി വരാനായിട്ടുള്ള ജീവിത അനുഭവങ്ങളാണ്. അപ്പം ഇതെല്ലാ കാര്യങ്ങളും ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് അറിയാൻ മേലാത്തതായിട്ട് ഒരു കാര്യവും ഞാൻ പറഞ്ഞു കാണത്തില്ല. പക്ഷെ നിങ്ങളെ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കാനായിട്ട് എനിക്ക് സാധിച്ചു എന്ന് ഞാൻ ചിന്തിക്കുവാണ്. അത് ശരിയായിരിക്കാം. അങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അകത്തുനിന്ന് ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ബൈബിളിന്റെ അകത്തൊരു വചനമുണ്ട്, ഫിലിപ്പിയർ 3:13. പിന്നിലുള്ളവയെ വിസ്മരിച്ച് മുന്നിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ദൈവത്തിന്റെ പരമവിളിയുടെ വിരുന്നിനായി ലാക്കിലേക്ക് ഓടുകയെന്ന്. ആ ഒരു കാര്യം മാത്രം ഞാൻ അത്ര പെർഫെക്റ്റ് അല്ല. ചില കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ മടിച്ചു നിൽക്കാറുണ്ട്, ഒരു അറപ്പ് വന്ന് നിൽക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ അതും കൂടെ ഏറ്റു പറഞ്ഞുകൊണ്ടാണ് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് മുന്നിലേക്ക് ഓടാൻ, മുന്നിലേക്ക് നല്ല ബിരുദ് പ്രാപിക്കാനായിട്ടുള്ള ഓട്ടത്തില് നമ്മളെല്ലാം പിന്നിലെ കാര്യങ്ങളെല്ലാം മറന്ന് നമ്മൾ മുന്നിലേക്ക് ഓടാൻ എല്ലാവരും ശ്രമിക്കുക എന്ന് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഇത് കേട്ട നല്ല എന്തെങ്കിലും ചിന്തകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആ ചിന്തകളെ വീണ്ടും വീണ്ടും ചിന്തിക്കുക. അന്നേരം നിങ്ങൾക്ക് അത് പ്രവൃത്തികളിൽ, നിങ്ങളുടെ വാക്കുകളിൽ അത് വരും, നിങ്ങളുടെ ഹാബിറ്റ് ആയിട്ട് വരും, നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമായിട്ട് അത് വരും എന്ന് ഞാൻ ആശിക്കുന്നു. അത് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓൾ. Have a great day. Thank you, madam. താങ്ക് യു സോ മച്ച്. വളരെ നല്ലൊരു മോർണിംഗ് സെഷൻ ആയിരുന്നു. ഞാൻ പറഞ്ഞു അല്ലേ, Super. Thank you. വളരെ നല്ല ഓക്കെ. വളരെ നല്ല മെസ്സേജ് ആണ് നമുക്ക് എല്ലാവർക്കും രാവിലെ നമുക്ക് മെസ്സേജുകളും ഒത്തിരി മെസ്സേജുകളും വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും പേഴ്സണലി പറയുന്നു. എങ്കിൽ കൂടി നമ്മുടെ ഇന്ന് KBCയിലെ അംഗമായിരിക്കുന്ന ഓരോ അംഗങ്ങളുടെ പേരിലും കൂടെ ഞാൻ സുഷമാന്റിക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി പറയുകയാണ്. നമുക്കറിയാം, നമുക്ക് കുറച്ചെങ്കിലും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഓരോരോ ഹാബിറ്റുകളാണ്. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോഴാണെങ്കിൽ തന്നെ നമുക്കൊന്ന് എനിക്കിന്റെ കാര്യമുണ്ടല്ലോ, അത് മാറ്റണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നമുക്ക് സുഷമാന്റി നമുക്ക് എല്ലാവരിലേക്കും ഷെയർ ചെയ്തിരിക്കുന്നത്. ഒത്തിരി നന്ദി സുഷമാന്റി. ഓക്കെ, താങ്ക് യു. അതുപോലെ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ തന്നെ എന്ന് പറഞ്ഞാല് ചാമിങ് പേഴ്സണാലിറ്റി നമ്മൾക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്നാണ്. അപ്പം നമ്മളൊക്കെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ്. അടുത്തൊരു ചാമിങ് പേഴ്സണാലിറ്റിയെ നമുക്ക് പരിചയപ്പെടാം. നമുക്ക് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ എല്ലാം ഗ്രേറ്റ് മെന്റർ ഈ അടുത്തിടെയാണ്, അധികമായിട്ടില്ല, ആ ഒരു വ്യക്തിത്വത്തെ ഞാൻ അറിയാനിടയായിട്ട്. അപ്പം അറിഞ്ഞ അന്ന് തൊട്ട് നമുക്ക് ഇന്നും ഒരുപോലെ എന്തൊക്കെ തിരക്കുകളാണെങ്കിലും നമ്മൾക്ക് വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരു ഗ്രേറ്റ് പേഴ്സണെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ക്ലോസിംഗ് സെഷൻ കൈകാര്യം ചെയ്യാനായിട്ട് ഞാൻ വെൽക്കം ചെയ്യുന്നത്. നമ്മുടെ വേറെ ആരുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ മനോജ് സാറ്. വെൽക്കം, ഹെർട്ടി വെൽക്കം മനോജ് സാർ. ഓക്കെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മിനി മാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. വിജയാശംസകൾ നേരുകയാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ സൂസമ്മ ആന്റി എന്നാണ് അവിടെ കോട്ടയത്ത് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്നത്. സൂസമ്മ മാം അടിപൊളിയായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഇവിടെ അവതരിപ്പിച്ചത്. ചാമിങ് പേഴ്സണാലിറ്റി, അതാണ് ആ സബ്ജക്റ്റിന് മേഡം തന്നെ കൊടുത്ത പേര്. എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു നല്ലൊരു 6 AM ക്ലബിൽ ഇത്രയും നല്ലൊരു ക്ലാസ് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത കാലത്തൊന്നും ഇതുപോലത്തെ ഒരു ക്ലാസ് ഉണ്ടായിട്ടില്ല. ഉറപ്പായിട്ടും ഞാൻ പറയുന്നു. ബിഗ് കൺഗ്രാജുലേഷൻ സുസമ്മ മാം. എല്ലാ ആശംസകളും നേരുകയാണ്. ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ആളുകൾ നമ്മുടെ ടീമിൽ എത്രയോ അറിവുള്ള ആളുകളുണ്ട്. നിങ്ങൾ സ്വയം ഇങ്ങോട്ട് വരണം, കുത്തിപ്പൊക്കാൻ ഇടവരുത്തരുത്. മനസ്സിലായ? ആർക്കൊക്കെ എവിടെയൊക്കെയാണ് അറിവുണ്ട് നമുക്കറിയത്തില്ല. അപ്പൊ നിങ്ങൾ സ്വയം എന്നെ വിളിച്ച് പറയാ, അല്ലെങ്കിൽ നിങ്ങളുടെ ലീഡേഴ്സിനോട് പറയാ, എനിക്കൊരു ക്ലാസ് എടുക്കണം. നമ്മുടെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിന്റെ ഗുണം കിട്ടുന്നത്, അല്ലെ? നമ്മൾ അറിവ് വെറുതെ മൂടി വെച്ചതിനെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ്. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു.
നമ്മുടെ എല്ലാവരെയും കണ്ണു തുറപ്പിക്കുന്ന ക്ലാസ് ആയിരുന്നു. നമ്മളെല്ലാം ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളെ ചിന്തിപ്പിക്കുന്ന ക്ലാസ്സുകളായിരുന്നു. നമുക്ക് ഇനിയും കുറെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടതിനെ കുറിച്ച് അല്ലെ ഒരു ബോധം നൽകുന്ന ക്ലാസ് ആയിരുന്നു. നമ്മൾ ചെയ്ത കുറെ നല്ല കാര്യങ്ങൾ എന്ന് പറയുന്നതൊക്കെ തെറ്റാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ക്ലാസ്സുകളായിരുന്നു. അപ്പോ ഈ രീതിയിൽ ഒത്തിരി 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 പഠിക്കാനുണ്ടായിരുന്നു. തുടക്കം തന്നെ മേഡം പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തെ നേരിടുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും മേഡം ആദ്യം പറഞ്ഞത് അല്ലെ, ഒരു മനോഹരമായ പുഷ്പത്തെ പോലെ സുഗന്ധം പരത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ സാധിക്കണം എന്നുള്ളതാണ്. പുഷ്പങ്ങളെ നമ്മൾ ആകർഷിക്കുന്നതിന്റെ മനോഹാരിത കൊണ്ടാണ്. അതിന്റെ പല നിറത്തിലുള്ള, പല വർണ്ണത്തിലുള്ള, പല രൂപത്തിലുള്ള പല ഇതളുകൾ അല്ലെ നമ്മളെ ആകർഷിക്കും. അതിന്റെ സുഗന്ധം നമ്മളെ ആകർഷിക്കും. അതുപോലെ നിങ്ങൾക്കൊരു മനോഹരമായ പുഷ്പമായി മാറാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മുടെ ചാമിങ് പേഴ്സണാലിറ്റിയിലേക്ക് നമ്മൾ എത്തുന്നത്. ഒത്തിരി ഒത്തിരി ചെറിയ ചെറിയ ചേഞ്ചസ് മാത്രം നമ്മൾ വരുത്തിയാൽ മതി. ഇപ്പൊ മേഡം അവസാനം പറഞ്ഞ ചില വാക്കുകൾ ആരെയും അമിതമായിട്ട് സ്നേഹിക്കരുത് എന്നുള്ളൊരു വാക്കാണ്. അതായത് നമ്മൾ അമിതമായിട്ട് സ്നേഹിച്ചെടുക്കുന്ന എല്ലാം തന്നെ തിരിച്ചടിയും ഇരുട്ടടിയും പലപ്പോഴും നമുക്ക് കിട്ടാറുണ്ട് ജീവിതത്തിൽ അല്ലെ. അത് നമ്മൾ വലിയ ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ്. അതുകൊണ്ട് ആരോടും സ്നേഹം വേണ്ട എന്നുള്ളതല്ല, കരുണയുണ്ടാകണം, ഒരു കരുതലുണ്ടാകണം. ഒരാൾ നമ്മൾ അമിതമായിട്ട് സ്നേഹിച്ച് ചെയ്യുമ്പോൾ അവർ നമുക്ക് താങ്ങി പോകുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് വേദനിക്കും. അതുകൊണ്ടാണ് ആ പറഞ്ഞതിനർത്ഥം. അതുകൊണ്ട് ആരും സ്നേഹിക്കേണ്ടെന്നൊന്നുമല്ല. എല്ലാവരുടെയും പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഇടപെടാം. പക്ഷെ ആ പ്രശ്നങ്ങൾ നമ്മളെടുത്ത് തലയിൽ വെക്കരുത്. മനസ്സിലായ? പ്രശ്നങ്ങളിൽ ഇടപെടണം, അവർക്ക് വേണ്ടുന്ന സ്വാതന്ത്ര്യം കൊടുക്കണം, അവർക്ക് വേണ്ടുന്ന കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. പക്ഷേ 1000 ആളെ കാണുമ്പോൾ 1000 ആളുടെ പ്രശ്നം നമ്മളെടുത്ത് തലയിൽ വെച്ചാൽ നമ്മളെന്താവും? നമ്മൾ ഒടിഞ്ഞു പോകും ഇല്ലേ? അതുകൊണ്ട് അങ്ങനെ വളരെ നല്ല രീതിയിലുള്ള അടിപൊളിയായിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു സുഷമ മേഡത്തിൻ്റെത്. ബിഗ് കൺഗ്രാജുലേഷൻ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, നമ്മൾ പഠിക്കുന്നതിന് വേണ്ടി, നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇതിനകത്ത് സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. പലരും ഫാമിലി ബോണസിന് വേണ്ടി ഓടുക. ഒരു പ്രോഗ്രാം വെച്ചാൽ ആ പ്രോഗ്രാമിലേക്ക് വരാതെ ഫാമിലി ബോണസ് അടിക്കാൻ വേണ്ടി ഓടുക. അല്ലെങ്കിൽ ഒരു 300 രൂപ കൊടുക്കണം, 400 രൂപ കൊടുക്കണം എന്ന് പറയുമ്പോൾ എന്തിനാണ്? ഇതൊക്കെ ഞാൻ കുറെ കേട്ടതാണ്, ഇതൊക്കെ ഞാൻ കുറെ കണ്ടതാണ്, ഇതൊക്കെ എനിക്കറിയാം, ഞാൻ ഇതിനേക്കാൾ വലിയ ക്ലാസ് എടുക്കുന്ന ആളാണ് എന്ന് പറയുന്ന ലീഡേഴ്സ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ അപ്ഡേഷൻസ് ഒത്തിരി വന്നുകൊണ്ടിരിക്കും എൻ്റെ പൊന്നു സുഹൃത്തുക്കൾ. അതുകൊണ്ട് നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. അതിനുവേണ്ടി നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ചെറിയൊരു സംഖ്യ മാറ്റി വെക്കണം. വലിയ സംഖ്യ, ഒരു 400 രൂപ 500 രൂപ. ഇനി നമ്മൾ RTP വരാൻ വേണ്ടി പോവാ, റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം ഓരോ സ്ഥലങ്ങളിലും വരാൻ വേണ്ടി പോവാ. വടക്കൻ മേഖലകളിൽ ഇപ്പൊ 2 കഴിഞ്ഞു. ഇനി മൂന്നാമത്തത് 28ഉം 29ഉം തീയതികളുണ്ട്. അതുപോലെ എറണാകുളം ബേസ് ചെയ്തിട്ട് ഒരു RTP അടുത്ത ദിവസം അനൗൺസ് ചെയ്യും. 2000 രൂപ വേണം. 2000 രൂപയോ? ഇതാണ് ഞാൻ ചിന്തിക്കണത് അല്ലെ. പിന്നെ എനിക്കൊരു ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല അല്ലെ. കോടികളൊക്കെ അടിക്കണമെങ്കിൽ വേലിക്കെട്ടുകൾ പൊട്ടിച്ചെറിയണം എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ. അതാണ് മേഡോട് പറഞ്ഞത്. വേലിക്കെട്ടുകളുടെ ഇടയിലാണ് നമ്മൾ ഇപ്പോഴും അല്ലേ. കോടികൾ നേടണമെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം. ഞാനൊക്കെ വീട്ടിൽ നിന്ന് എത്ര ദിവസം വിട്ടു നിൽക്കണത്? നിങ്ങൾക്ക് ഞങ്ങൾ സ്ത്രീകളല്ലേ, സ്ത്രീകൾക്ക് ഇവിടെ വേറെ ആളുകളെ ഏൽപ്പിക്കണം. അമ്മയുണ്ടാവും, അല്ലെങ്കിൽ ഭർത്താവിന്റെ അമ്മയുണ്ടാവും, വേറെ ആരെങ്കിലും ബന്ധുക്കളുണ്ടാവും, അവരെ ഏൽപ്പിക്കണം. നമ്മളെ ഏറ്റെടുക്കുന്നത് വലിയൊരു ദൗത്യമാണ്. മനസ്സിലായ? അതുകൊണ്ട് RTP ഡേറ്റ് അടുത്ത ദിവസം തന്നെ അനൗൺസ് ചെയ്യും എറണാകുളത്ത്. അതുപോലെ പാലക്കാട് വേറൊരു RTP വരുന്നുണ്ട്. നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനാണ് നമ്മൾ ഈ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ആ പ്രോഗ്രാമിൽ എന്ത് വില കൊടുത്തും നമ്മൾ എത്തിയേ പറ്റുള്ളൂ. ഇപ്പൊ ഞാനിത് നേരത്തെ അനൗൺസ് ചെയ്യുന്ന എന്തിനാണ്? 2000 രൂപ ഉണ്ടാക്കാനാണ്. 2000 രൂപ ഉണ്ടാക്കാൻ എന്ത് വേണം? ഒരു 50 PV മാച്ച് ചെയ്താൽ മതി. എന്റെ റസാക്ക് പായി ഇല്ലേ. ഒരു 50 PV മാച്ച് ചെയ്താലും ബാക്കി കാശ് ഉണ്ടാവും ഇല്ലേ. 3000 സംതിങ് രൂപ കിട്ടും. വെറും 2000 രൂപ. അപ്പൊ അതിന്റെ ഡേറ്റ് അനൗൺസ് ചെയ്യുന്ന അടുത്ത ദിവസം. ഡേറ്റ് അനൗൺസ് ചെയ്താൽ 2-3 ദിവസമേ ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ പ്രോഗ്രാം കണക്ക് വരുന്നവരെല്ലാം അവസാനം സഞ്ചിയും ബാഗ് എടുത്തിട്ട് അങ്ങോട്ട് വരണ്ട. അത് ക്ലോസ് ചെയ്താൽ പിന്നെ വരാൻ പറ്റില്ല. കേട്ടില്ലേ? ആദ്യം പേയ്മെന്റ് അടക്കുന്ന 40 പേർക്ക് മാത്രമേ അവിടെ ചാൻസ് ഉണ്ടാവുള്ളൂ. 40 പേരുടെ പ്രോഗ്രാമാണ്. കാരണം ഇൻഡിവിജ്വൽ അറ്റൻഷൻ വേണം RTPക്ക്. അത് നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നമ്മുടെ തലങ്ങൾ ഒന്നും കൂടെ ഉയരുക എന്നുള്ളതാണ്. നമ്മൾ വേറെ തലത്തിലേക്ക് മാറും. വേറെ തലത്തിലേക്ക് മാറുമ്പോഴാണ് നമ്മളൊക്കെ എന്ത് ചെയ്യുക, വലിയ വലിയ അച്ചീവ്മെന്റ്സിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കുള്ളൂ. അതുകൊണ്ട് എല്ലാവരും തയ്യാറായി നിൽക്കുക. അനൗൺസ് ചെയ്ത് ഉടനെ തന്നെ ക്യാഷ് ഇടും. ആദ്യം ഇടുന്ന 40 പേർക്ക് ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ട് അത് തീർന്നെന്ന് വരും. സൊറയൊന്നും പിന്നെ വിളിക്കേണ്ട ആരും. പിന്നെ അടുത്ത ബാച്ചിലേക്ക് വരാൻ പറ്റുള്ളൂ. അതുപോലെ ഓഫീസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളുണ്ട്. ഓരോ ടീം ബേസിൽ ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ടീം ബേസ് ആകുമ്പോഴും ആ ടീമിലേക്കും ഓഫീസ് വിസിറ്റ് ചെയ്യാൻ ഇത്രാം തീയതിയാണ് നമ്മൾ പോകുന്നത്, അത് ഇത്ര രൂപ വേണം, ഒരു 5000 രൂപ എല്ലാവരും റെഡിയാക്കി വെക്കുക. അത് അനൗൺസ് ചെയ്താൽ ഇങ്ങനെ ലാഗ് ചെയ്ത് പോകുന്ന പരിപാടിയൊന്നും ഇല്ല. ഒരു 40-30 ആൾ, എത്ര വലിയ ലിമിറ്റ് ഉണ്ടാവും ഓരോ ടീമിന്റെ. ആദ്യം കാശെടുക്കുന്ന
40 പേർക്ക് കഴിഞ്ഞു. അപ്പൊ തന്നെ കഴിഞ്ഞു. കാരണം ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യണം. അതുകൊണ്ട് ഞാൻ വരട്ടെ, എത്രാം തീയതി മുതൽ എത്രാം തീയതി വരെ ഡേറ്റ്, അതൊന്നുമില്ല, ചോദ്യമില്ല കേട്ടാ. അതുകൊണ്ട് താല്പര്യമുള്ളവർ ഇതൊക്കെ നിങ്ങളെ ബാങ്കിൽ അവിടെ ഡെപ്പോസിറ്റ് ആക്കി വെക്കുക, അല്ലേ? ഒരു ഫാമിലി ബോണസ് അടിച്ച് ഇതെല്ലാം തീർന്നു. ഈ 2 കാര്യവും നമുക്ക് ഭംഗിയായിട്ട് നടത്താൻ പറ്റും. ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്ക് എല്ലാവരും ആത്മാർത്ഥത കാണിക്കണം. നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ഓഫീസിൽ പോവുക, MD കാണുക, നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് കാണുക. അതൊക്കെ കാണുമ്പോൾ നമ്മുടെ വൈബ് വേറൊരു ലെവലിലേക്കായിരിക്കും, നമ്മുടെ മാനസികാവസ്ഥ വേറൊരു ലെവലിലേക്കായിരിക്കും, നമ്മുടെ കോൺഫിഡൻസിൽ വേറൊരു ലെവലിലേക്കായിരിക്കും, നമ്മുടെ എനർജി വേറൊരു ലെവലിലേക്കായിരിക്കും. മനസ്സിലായ? അപ്പൊ അവിടുന്ന് പിന്നെ നമ്മൾ ഒരാൾക്കും തകർക്കാൻ പറ്റില്ല. അപ്പൊ ഇതിനെല്ലാം എല്ലാവരും തയ്യാറാക്കി. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലക്ഷങ്ങളൊന്നും ഇവിടെ ചെലവാക്കണ്ട, അല്ലെ? ചെറിയ ചെറിയ എമൗണ്ടുകൾ നമ്മൾ ചെലവാക്കണം. നമ്മുടെ സമയങ്ങൾ അതിന് കണ്ടെത്തണം. അതാണ് മേഡം ഇവിടെ സൂചിപ്പിച്ച സ്കിൽ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട് തയ്യാറാകുക എന്നുള്ളത്. സ്കില്ലാണ് നമ്മളെ ഇവിടെ വിജയിപ്പിക്കുന്നത്. ഇതിനകത്ത് ഇപ്പൊ ഇരിക്കുന്ന ആളുകൾ പലരും പല ഫീൽഡിൽ നിന്ന് വന്ന ആളുകളായിരിക്കും, അല്ലെ? സെയിൽസുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ബാങ്കിൽ ജോലി ചെയ്ത ആളുകളുണ്ടാവും, കുട്ടികളെ പഠിപ്പിച്ച അധ്യാപകരുണ്ടാവും, അല്ലെ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മേഖലയിൽ ജോലി ചെയ്ത ആളുകളുണ്ടാവും, സോഫ്റ്റ്വെയർ മേഖലയിൽ ജോലി ചെയ്ത ആളുകളുണ്ടാവും, അല്ലെ? അങ്ങനെ അധ്യാപകർ പല വിഭാഗത്തിൽ വരുന്ന ആളുകളാണ് നമ്മൾ ഇതിനകത്തേക്ക് വന്നത്. അവരൊന്നും സെയിൽ ചെയ്തിട്ട് യാതൊരു പരിചയം ഉണ്ടാവില്ല. പക്ഷേ നമുക്കറിയാം ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്, ഇല്ലേ, അതിന്റെ എവറസ്റ്റ് കീഴടക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? സെയിൽസ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ സെയിൽസിൽ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ആവാം, ഇതിനെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഓരോ ദിവസങ്ങളിൽ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്, പല ക്ലാസ്സുകളിലും. അങ്ങനെ ഓരോരോ രീതിയിൽ നമുക്ക് വളരാനും ഉയരാനും വേണ്ടി സാധിക്കുന്ന, നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിലെല്ലാവരും നമ്മൾ മുൻപന്തിയിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അതാണ് മേഡം അവസാനം പറഞ്ഞ ബൈബിൾ വാക്യത്തിൽ പറഞ്ഞത്. നമ്മൾ പിറകോട്ട് പോകരുത് ഒരു കാര്യത്തിലും. ഏത് കാര്യത്തിലും നമ്മൾ ഇപ്പോഴും പഴയ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. പണ്ട് എനിക്ക് അതുണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു, അത് നഷ്ടം വന്നുപോയി, ഇങ്ങനെ വന്നുപോയി, അത് പോയി, ഇല്ലേ? ഇങ്ങനെ നിങ്ങൾ പഴയ കാലത്ത് ജീവിക്കാതെ പ്രസന്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് ഇപ്പോഴാണ് നമ്മൾ ജീവിക്കുക. ഇപ്പൊ നമ്മൾ ഹാപ്പി ആകുക. എന്ത് പ്രയാസം പ്രശ്നങ്ങളും നിങ്ങൾ ഹാപ്പി ആയിക്കൊണ്ടിരിക്കുക. പ്രതിസന്ധികളൊക്കെ തീർത്തോളും പ്രകൃതി. മനസ്സിലായ? നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് വേവലാതിപ്പെട്ടതിനെ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ബി ഹാപ്പി. ഇപ്പൊ ഈ നിമിഷമാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നാളെ എന്തും സംഭവിക്കാം, അല്ലെ? അതുകൊണ്ട് ഓരോ നിമിഷത്തിലും നമ്മൾ ഹാപ്പി ആയിക്കൊണ്ടേയിരിക്കുക. അപ്പൊ നമ്മൾ അത് വിജയത്തിലേക്ക് ഫാസ്റ്റ് ആയിട്ട് എത്തിക്കുന്നുള്ളതാണ് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മൾ ഓട്ടത്തിൽ മുൻപന്തിയിൽ ഓടാൻ തയ്യാറാകുക എന്നതാണ്. പുറകോട്ട് നിൽക്കല്ലേ. എല്ലാ കാര്യത്തിലും മുൻപന്തിയിലേക്ക് ഇറങ്ങി വരുന്നവരാണ് ജീവിത വിജയം നേടിയിട്ടുള്ളത്. പുറകോട്ട് നോക്കി നിൽക്കുന്നവരെപ്പോഴും കാഴ്ചക്കാരായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. കളിക്കാൻ ഇറങ്ങിയവരാണ് നമ്മൾ. കളിക്കാൻ ഇറങ്ങിയ കളിച്ചേ പറ്റുള്ളൂ. കളിക്കുമ്പോൾ വിജയിക്കണമെങ്കിൽ ഗോൾ അടിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഗോളുകൾ സെറ്റ് ചെയ്ത് അങ്ങോട്ട് അടിക്കാൻ വേണ്ടി തുടങ്ങണം. മനസ്സിലായ? നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് വിജയിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം. ടീമിനെ ബിൽഡ് ചെയ്യണമെങ്കിൽ സീ മോർ പീപ്പിൾ, വേറെ മന്ത്രമൊന്നുമില്ല. കൂടുതൽ ആളുകളെ കാണുമ്പോൾ അവർ കളിയാക്കുമ്പോൾ നമ്മൾ അടുത്ത ആളെ കാണും, അവരും കളിയാക്കും. വീണ്ടും കാണും, അവരും കളിയാക്കും. അപ്പൊ ഞാനില്ല, ഞാൻ നിർത്തി എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ ജോലിക്ക് പോയാൽ നടക്കില്ല. പിന്നെ ചിലർ അപ്ലൈ ഞങ്ങൾക്ക് സപ്പോർട്ട് തരുന്നില്ല സാറേ, അങ്ങനെയാണ് സാറേ, ഇങ്ങനെയാണ് സാറേ. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഒരു അപ്ലൈന്റെ സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല. മനസ്സിലായ? എന്റെ സുഹൃത്ത് എനിക്ക് പ്രോഗ്രാം തന്നു, ഞാൻ ഏറ്റെടുത്തു, പഠിക്കാൻ തുടങ്ങി, പോകാൻ തുടങ്ങി, ഫീൽഡിൽ ഇറങ്ങാൻ തുടങ്ങി, ഇല്ലേ? നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കാലുകളിലാണ്, ഇല്ലേ? റസാക്ക് പോയി എന്റെ കാലുകൊണ്ട് കളമശ്ശേരിയിൽ നിന്ന് ആലുവക്ക് പോവില്ല. പോവോ? ഇല്ല. അദ്ദേഹത്തിന്റെ കാലുകൊണ്ടാണ്, അദ്ദേഹത്തിന്റെ ചിന്തയാണ്, അദ്ദേഹത്തിന്റെ പ്രവർത്തനമാണ്. അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല അതുകൊണ്ട് കുറ്റപ്പെടുത്തുന്നതിൽ യാതൊരു കാര്യമില്ല. ആരുടെയെങ്കിലും സഹായം നിങ്ങൾക്ക് നേടാൻ പറ്റുമെങ്കിൽ അത് സ്നേഹത്തോടെ അവരെ വിളിക്കുക, ബഹുമാനത്തോടുകൂടി അവർ സംസാരിക്കുക. റെസ്പെക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ അവര് നിങ്ങളുടെ അടുത്തേക്ക് വരും, ഹെൽപ്പ് ചെയ്യും. അല്ലാണ്ട് ഇതൊരു അധികാരം പോലെ ആരും സംസാരിച്ചാൽ ആരും വരില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നു, ഇത് എന്റെ ബിസിനസ്സാണ്, ഞാൻ ഇത് ചെയ്യും, ആരില്ലെങ്കിലും ഞാൻ വിജയിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ആദ്യം ഉണ്ടാകണം. അതാണ്. ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലൊന്നും സപ്പോർട്ട് കിട്ടിയെന്നൊന്നും വരില്ല. ചില ടീമെന്നോ അല്ലെങ്കിൽ ചില ലീഡേഴ്സിനോ ചില പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകാം. ഓരോ ഇൻഡിവിജ്വൽസ് വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ തളരാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. നമ്മളിതിന് കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ടീമിലേ ഇല്ല, ഞാനിതാ നിർത്താൻ വേണ്ടി പോവാണ്, എനിക്ക് പറ്റില്ല, എനിക്ക് വേറെ ഓഫർ ഉണ്ട്, വേറെ കമ്പനി ഉണ്ട്, വേറെ ടീമുണ്ട് എന്ന് പറയുന്ന ഒരു മാനസിക അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മാറണം എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ഞാൻ അത്രേ പറയാനുള്ളൂ. നിങ്ങളെ ആരെങ്കിലും അവഗണിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ടീമല്ലേ, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നലായിരിക്കും അവഗണിക്കുന്നത്. ചിലപ്പോൾ ആ ലീഡർക്ക് അന്ന് വരാൻ പറ്റിയിട്ടുണ്ടാവില്ല, അവർക്കും പ്രയാസങ്ങളില്ലേ, അവരും മനുഷ്യരല്ലേ, അല്ലെ? അവർ വേറെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ അത് മറന്നുപോയിട്ടുണ്ടാവും. ഇതൊന്നും നമുക്ക് പൊറുക്കാനോ ക്ഷമിക്കാനോ സഹിക്കാനോ ഉള്ളൊരു മനസ്സില്ല നമുക്ക്. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് എന്താവും? ടെൻഷനാവും, വറീഡാവും. ഇങ്ങനെ വന്നിട്ട് ചില തെറ്റായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഇതിനകത്ത് മാറി നിൽക്കുന്ന ചില ലീഡേഴ്സ്, ഇത് ഈഗോ ആണ്, അല്ലെങ്കിൽ എന്തോ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന റെസ്പെക്ട് കിട്ടുന്നില്ല എന്ന തോന്നൽ കൊണ്ടാണ്.
അങ്ങനെ മാറിയിരുന്നാൽ നഷ്ടം നമുക്ക് മാത്രമാണ്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരു പ്രാവശ്യം ഇതിനകത്ത് നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ രണ്ടാമത് ഇതിനകത്തേക്ക് കയറി വരാൻ പറ്റില്ല. ആലോചിക്കണം എല്ലാവരും. അതുകൊണ്ട് എത്ര പ്രയാസം ഉണ്ടെങ്കിലും എന്ത് പ്രയാസം ഉണ്ടെങ്കിലും നിങ്ങളുടെ അപ്ലൈൻ ആയാലും നിങ്ങളുടെ അസോസിയേറ്റ്സ് ആയാലും, ഡൗൺലൈൻ എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ അപ്ലൈൻ ലീഡർ ആയാലും നിങ്ങളുടെ അസോസിയേറ്റ്സ് ആയാലും ഞങ്ങളില്ല, ഞങ്ങൾ നിർത്തുകയാണ് എന്ന് പറയുമ്പോൾ ടാറ്റ ഗുഡ് ബൈ 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 എന്ന് പറയണം. ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളൊരു ആർജവം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി സാധിക്കണം. എന്നെ സംബന്ധിച്ചോളം നിങ്ങൾക്കറിയാം അല്ലെ, വലിയൊരു ചൈനീസ് വൻമതിൽ ഇടിഞ്ഞു പോയിട്ട് ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട്, എനിക്ക് യാതൊരു കുഴപ്പമില്ല. അതിനേക്കാൾ ആവേശത്തോടെ ഊർജത്തോടെ ഇല്ലേ നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു സംശയം വേണ്ട എന്റെ പൊന്നു സുഹൃത്തുക്കൾ. അതിനേക്കാൾ വലിയ കഴിവുള്ള ആളുകൾ നമ്മളിലേക്ക് വരും. അതാണ് നിങ്ങളും ചിന്തിക്കേണ്ടത്. മനസ്സിലായ? ഒന്ന് പോയാൽ 10 വരും. അതാണ് ഒരു വാതിലടഞ്ഞാൽ 10 വാതിലുകൾ തുറക്കപ്പെടുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അത്രേ ഉള്ളൂ. അതുകൊണ്ട് ആവേശത്തോടെ വിജയിച്ച് കീഴടങ്ങും എന്നുള്ള ഒരു വിജയിയുടെ മനസ്സോടെ മനോഭാവത്തോടെ നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല, നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ. കേട്ടില്ലേ? ഇന്ന് വളരെ സന്തോഷം നിറഞ്ഞ ചില വാർത്തകളുണ്ട്. നമ്മുടെ കേരള ഓഫീസ് വരും ദിവസങ്ങളിൽ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ വേണ്ടി പോവാണ്. അതിന്റെ ഡേറ്റ് 2 ദിവസത്തിനുള്ളിൽ അനൗൺസ് ചെയ്യും. 2 ദിവസത്തിനുള്ളിൽ കേരള ഓഫീസ് ഇനാഗുറേഷന്റെ ഡേറ്റ് അനൗൺസ് ചെയ്യും. നമ്മുടെ റാഷിദ് സലീം സാറാണ് വരുന്നത്. എല്ലാവരും തയ്യാറായിരിക്കുക. എറണാകുളത്ത് അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു മെഗാ പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഡേറ്റ് 2 ദിവസത്തിനുള്ളിൽ അനൗൺസ് ചെയ്യും. ഓക്കെ. അതോടൊപ്പം നമ്മൾ എത്രയോ നാളായിട്ട് കാത്തിരുന്ന ഒരു സംഭവമായിരുന്നു കേരള ഓഫീസ്. അതൊന്നും വരില്ല, അതൊക്കെ ചുമ്മാ അടിക്കുന്നതാണെന്ന്, അതൊക്കെ മനോജ് വെറുതെ പറയുന്നതാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു നടന്ന ആളുകളുണ്ട്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയത്ത് അത് നടക്കും. അത് നടന്നിരിക്കുന്നു. ദിവസങ്ങളേ ഉള്ളൂ. നാളെ മറ്റന്നാളെ ഡേറ്റ് അനൗൺസ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഡേറ്റ് അനൗൺസ് ചെയ്യും. ആ പ്രോഗ്രാമിൽ എല്ലാ ലീഡേഴ്സും പരമാവധി ടീമുമായിട്ട് എത്തണം. നല്ലൊരു പ്രോഗ്രാം ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ നെക്സ്റ്റ് ഡേ കോഴിക്കോട് ഒരു പ്രോഗ്രാം. കാരണം കോഴിക്കോട്, കണ്ണൂർ, വയനാട് പ്രദേശത്തുള്ള ആളുകൾക്ക് ഇവിടെ എത്താൻ പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് റാഷിദ് സലീം സാറ് പങ്കെടുക്കുന്ന ഒരു മെഗാ പ്രോഗ്രാം കോഴിക്കോട് വെച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ 2 പ്രോഗ്രാമാണ് അടിപൊളിയായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്റെ പിക്കും കാര്യങ്ങളെല്ലാം അടുത്ത ദിവസം തന്നെ നമുക്ക് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും. അതുകൊണ്ട് വയട്ടോറിയത്തിന്റെ വസന്തകാലം കേരളത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ അല്ലെ. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് നമ്മുടെ കമ്പനിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുള്ളതാണ്. ഇത്രയും കാലം നമ്മുടെ മിറ റോഡിലുള്ള ഓഫീസ്, അതുപോലെ തന്നെ ദാദറിലുള്ള ഓഫീസ്, ഡൽഹിയിലൊരു ഓഫീസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത്, ഡൽഹി ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് എല്ലാവർക്കും അറിയാം, ഒരു സംസ്ഥാനത്ത് വരുന്നത്. ഇങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ ഓഫീസ് സംരംഭങ്ങൾ ഓപ്പൺ ചെയ്യപ്പെടാൻ വേണ്ടി പോവാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം MD ആയിട്ട് സംസാരിച്ചു. റീപർച്ചേസ് പ്രൊഡക്റ്റ് ഞാൻ എല്ലാവരോടും പറയുന്നത് ഫാമിലി ബോണസ് ഒന്നുമല്ല, വെറും കപ്പലണ്ടിയാണ് ഫാമിലി ബോണസ് എന്ന് പറയുന്നത്. മനസ്സിലായ? നമ്മൾ കപ്പലണ്ടി വാങ്ങുന്ന ഇപ്പൊ വെറുതെ ടൈം പാസ് അല്ലേ? ശരിയല്ലേ സത്യൻ സാറേ? നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ വെറുതെ ഉറങ്ങിയിരിക്കുമ്പോൾ കപ്പലണ്ടി എന്നുകൊണ്ട് 10 രൂപ വരും അല്ലേ? ഒരു ടൈം പാസ്. ഫാമിലി ബോണസ് വെറും ടൈം പാസ് ആണ്. അതിനു വേണ്ടി നിങ്ങൾ ഫോക്കസ് ചെയ്യല്ലേ. നമുക്കിവിടെ വരുമാനം റീപർച്ചേസിലാണ് എന്റെ മുന്നു സുഹൃത്തുക്കളെ. റീപർച്ചേസിലേക്ക് ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. വളരെ സിമ്പിളാണത്. അപ്പൊ ആ ടീം ബിൽഡ് ചെയ്യുന്നതനുസരിച്ച് അവർ ഓരോ ഉൽപ്പന്നങ്ങൾ ഗ്രോസറി വരികയാൻ വേണ്ടി പോവാ. സാറിന്റെ ഭാഷയിൽ പറഞ്ഞ വയട്ടൂരിയം കുടുംബാംഗങ്ങളുടെ റേഷൻ സംവിധാനം എന്താണ് സാറ് പറഞ്ഞത്? റേഷൻ, ഒരു മാസത്തേക്കുള്ള റേഷൻ 3000-ന്റെ കിറ്റ്. ചെറിയ കുടുംബത്തിന് അത് മതി. 6000-ന്റെ കിറ്റ്, 9000-ന്റെ കിറ്റ്, 12000-ന്റെ കിറ്റ്. ഇങ്ങനെ 3-4 കിറ്റുകൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുക. അതിനകത്ത് പയറ്, പരിപ്പ്, അരി എല്ലാം ഉണ്ടാവും. മുളക് പൊടി, മല്ലിപ്പൊടി, എല്ലാ ഐറ്റംസും അതിനകത്ത് വരും. അപ്പൊ ഇത് ആളുകൾ വാങ്ങില്ലേ? ഇല്ലേ? നമ്മളെ ടീമിലുള്ള മുഴുവൻ ആളുകളും വാങ്ങും എന്റെ പൊന്നു സുഹൃത്തുക്കളെ. നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഇവരെല്ലാം അവരുടെ വീട്ടിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോ അതിലൂടെ റീപർച്ചേസിംഗ് ഹ്യൂജ് ഇൻകം ആണ് വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു നല്ല ടീമിനെ ബിൽഡ് ചെയ്യുക. ഇങ്ങനെ നമുക്ക് അത്യാവശ്യമുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ റീപർച്ചേസ് റെഡി. അപ്പൊ ലേഡീസിന്റെ പാഡ് വരാൻ വേണ്ടി പോകും അടുത്ത ദിവസങ്ങളിൽ അല്ലേ? സമൂഹത്തിൽ നന്നായിട്ട് വിറ്റഴിക്കാൻ വേണ്ടി സാധിക്കുന്ന മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത രീതിയിൽ നമുക്കത് കാണിച്ചു കൊടുത്ത് തെളിയിച്ചു കൊടുത്ത് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഉൽപ്പന്നങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത്. നിരവധി ഉൽപ്പന്നങ്ങൾ റീപർച്ചേസിലേക്ക് വരുന്നു. റീപർച്ചേസ് ഇൻകം നിങ്ങൾക്ക് ഹ്യൂജ് ഇൻകം. ഒരു ദിവസം 1,26,000 രൂപ കിട്ടും. ഫാമിലി ബോണസ് കൂടി വന്നാൽ 14,000 താഴെ കിട്ടുള്ളൂ. 14,000 രൂപ ഫാമിലി ബോണസ് കിട്ടുള്ളൂ. പക്ഷെ റീപർച്ചേസ് 1,26,000 രൂപ കിട്ടും. അപ്പൊ ഫാമിലി ബോണസ് ആണോ വേണ്ടത്? റീപർച്ചേസ് ബോണസ് ആണോ വേണ്ടത്? അല്ലേ? റീപർച്ചേസ് കിട്ടണമെങ്കിൽ കൂടുതൽ ടീമിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക, ടീമിന്റെ എണ്ണം കൂട്ടുക, എൻട്രീസ് കൂട്ടുക. അത് ചെറിയ എൻട്രി ആണെങ്കിലും അതെടുത്തുകൊണ്ട് വലിയൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കുകയാണ്. എല്ലാവരും തയ്യാറായിരിക്കുക.
അടുത്ത ദിവസം ഇന്നും നാളെയായിട്ട് തന്നെ അതിന്റെ ഡേറ്റ് അനൗൺസ് ചെയ്യും. പുതിയ തലങ്ങളിലേക്ക് ബയോട്ടോറിയം മാറിക്കഴിഞ്ഞു. ഇനി ബയോട്ടോറിയത്തിന്റെ വസന്തകാലമാണ്. ഇന്ത്യ മുഴുവൻ നടമാടാൻ വേണ്ടി പോകുന്നത്. ഒരു സംശയവും വേണ്ട. നമ്മളെല്ലാം ഭാഗ്യവാന്മാരാണ്. ആത്മാർത്ഥമായിട്ട് ഇതിനെ ഏറ്റെടുക്കുക, മുന്നോട്ട് പോവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, നിങ്ങൾ എന്ത് സ്വപ്നങ്ങളായിട്ടാണോ ബയോട്ടോറിയത്തിലേക്ക് വന്നത്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് നേടിത്തരുന്നതിന് വേണ്ടിയിട്ട് ഞാനും നമ്മുടെ ടീമും ലീഡേഴ്സും കമ്പനിയും നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നു ഉറപ്പ് നൽകിക്കൊണ്ട് എല്ലാവർക്കും നല്ലൊരു വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ജയ് ഇവേട്ടോ.